Hello friends, once again welcome back to Triple E Tutorial channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിടെക്നിക് തേർഡ് സെമസ്റ്ററിൻ്റെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ തേർഡ് മൊഡ്യൂളിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. നമുക്കതിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ തേർഡ് മൊഡ്യൂളിൻ്റെ ഒരു ഓവറോൾ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് ഡൈനാമോമീറ്റർ ടൈപ്പ് പവർ ഫാക്ടർ മീറ്റർ, അതിൻ്റെ തന്നെ 3 ഫേസ് അതുപോലെ തന്നെ സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് ഈ രണ്ട് ടൈപ്പിനെ കുറിച്ചുള്ള കൺസ്ട്രക്ഷനും അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ സിൻക്രോസ്കോപ്പിൻ്റെ ഇതുപോലെയുള്ള കൺസ്ട്രക്ഷനും വർക്കിങ്ങും അതിനെന്തിനു യൂസ് ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കും. അതുപോലെ തന്നെ ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റേഴ്സ്, അത് രണ്ട് തരത്തിൽ, സ്റ്റാറ്റിക്കും അതുപോലെ തന്നെ ഡൈനാമിക്കും എന്ന് പറഞ്ഞാൽ ഒന്ന് മൂവിങ് ടൈപ്പും അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ടൈപ്പും മറ്റത് സ്റ്റാറ്റിക്കുമായിട്ടുള്ള രണ്ട് ടൈപ്പ് ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഫ്രീക്വൻസി മീറ്റേഴ്സ്, ഫ്രീക്വൻസി മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി മീറ്റർ, അതിൻ്റെ രണ്ട് ടൈപ്പ്, വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പും ഇലക്ട്രോ റെസൊണൻസ് ടൈപ്പ് എന്ന് പറയുന്ന രണ്ട് ടൈപ്പ്. അതുപോലെ തന്നെ ഇൻസുലേഷൻ ടെസ്റ്ററിനെ കുറിച്ച് നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്നത് ബേസിക് കൺസെപ്റ്റ് ആൻഡ് കണക്ഷൻ ഡയഗ്രാംസ് ഓഫ് റാമ്പ് ടൈപ്പ് വോൾട്ട് മീറ്റർ, റാമ്പ് ടൈപ്പ് ഡിജിറ്റൽ വോൾട്ട് മീറ്റർ, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വർക്കിങ്ങും കാര്യങ്ങളും പഠിക്കും. പിന്നെ ഡിജിറ്റൽ ഫ്രീക്വൻസി മീറ്റർ, അതുപോലെ തന്നെ സ്മാർട്ട് എനർജി മീറ്റർ, അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറയും. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് CRO അതുപോലെ തന്നെ DSOൻ്റെ ഈ രണ്ട് കാര്യങ്ങളുടെ ബ്ലോക്ക് ഡയഗ്രാംസ്. അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം CROയുടെ ആണെങ്കിൽ തന്നെയും അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പഠിക്കുന്നുള്ളൂ. ഓരോ ബ്ലോക്സിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് പവർ ഫാക്ടർ മീറ്ററിലേക്ക് വരാം. അതിൻ്റെ തന്നെ സിംഗിൾ ഫേസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം പവർ ഫാക്ടർ മീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പവർ ഫാക്ടർ മീറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? പവർ ഫാക്ടർ മെഷർ ചെയ്യാനായിട്ട്. അപ്പോൾ എന്താണ് ഈ പവർ ഫാക്ടർ? പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ആംഗിളിനെ കൊസൈനിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമ്മുടെ പവർ ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഫണ്ടമെന്റൽസിലേക്ക് പോകുമ്പോൾ നമുക്ക് പവർ ഫാക്ടറിന് വേറെ പല ഇക്വേഷൻസും കിട്ടും. അപ്പാരന്റ് പവർ, ട്രൂ പവറിൻ്റെ ഒക്കെ ടേംസിൽ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രീതിയിലാണ് അതിൻ്റെ ടേം എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ടത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ R/Z നമുക്ക് പവർ ഫാക്ടറിന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ രീതിയിലൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളുടെ ബേസിലാണത് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ വാട്ട് മീറ്റർ പഠിച്ചു, അതുപോലെ തന്നെ എനർജി മീറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പഠിച്ചിരുന്നു, അല്ലേ? അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിക്സഡ് കോയിൽസ്, അതുപോലെ തന്നെ ഒരു മൂവിങ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു മൂവിങ് കോയിൽസ് നമുക്ക് എസെൻഷ്യൽ ആയിട്ട് ഇവിടെ വേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇവിടുത്തെയും ബേസിക് ആയിട്ട് വേണ്ട റിക്വയർമെൻറ്റ്സിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഫിക്സഡ് കോയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ മറ്റൊരു പേരാണ് കറണ്ട് കോയിൽ, അതുപോലെ അതിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? സീരീസ് കോയിൽസ് എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെ ഫിക്സഡ് കോയിൽസിനെ സീരീസ് കോയിൽസ് എന്ന് വിളിക്കുന്നത്? അത് ഞാൻ പറയാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് കോയിൽ എന്തായിട്ട് ചെയ്തിരിക്കുകയാണ്? ഈ കാണുന്ന ഈ വെർട്ടിക്കലായിട്ട് കാണിച്ചിട്ടുള്ള ഈ രണ്ട് കോയിൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മുടെ സീരീസ് കോയിൽസ് അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് കോയിൽസ് എന്ന് വിളിക്കുന്നത്. ഈ കോയിൽസ് 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. ആർക്ക് സീരീസ് ആയിട്ട്? നോക്കിക്കേ, ലോഡിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ലോഡ് കറണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതുവഴി പാസ് ചെയ്ത് പോകും. ആ രീതിയിലുള്ള തിക്കായിട്ടുള്ള വയേഴ്സ് കൊണ്ട് അല്ലെങ്കിൽ അത്തരം കോയിൽസ് കൊണ്ടായിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ കറണ്ട് കോയിൽസ് അല്ലെങ്കിൽ സീരീസ് കോയിൽസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടോളൂ,
ടു ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, അവ തമ്മിൽ പരസ്പരം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിനെ ലോഡിന് സീരീസ് ആയിട്ടും കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഞാനതിനെ F1 F2 എന്ന് മാർക്ക് ചെയ്യാം. കാരണം എന്താണ്, അത് ഫിക്സഡ് കോയിൽസ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് വേണ്ട എസെൻഷ്യൽ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പ്രഷർ കോയിൽസ് ആണ്. ഇവിടെ ഈ പ്രഷർ കോയിൽസിനെ, രണ്ട് പ്രഷർ കോയിൽസ് കണ്ടോ, P1 ആൻഡ് P2. ഈ P1 ഉം P2 ഉം തമ്മിൽ ഒരു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കിട്ടത്തക്ക രീതിയിലായിരിക്കും അതിൻ്റെ കോയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവയെ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കിട്ടത്തക്ക രീതിയിലാണ്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ രണ്ട് പ്രഷർ കോയിൽസിൽ ഓരോന്നും കണ്ടോ, ഈ വരുന്ന ഒരു ഫേസുമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ പോയിരിക്കുകയാണ് അല്ലേ. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ ഓരോ പ്രഷർ കോയിൽസിലും എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ പ്രഷർ കോയിലാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡക്ടറും കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തിനാണ് ഈ റെസിസ്റ്ററും ഇൻഡക്ടറും ഓരോ പ്രഷർ കോയിൽസിലും കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മളൊരു ഫേസ് ഡിഫറൻസ് ഒരു 90 ഡിഗ്രി നമ്മൾ ക്രിയേറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡക്ടർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അറിയാലോ എന്താണ്, കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു 90 ഡിഗ്രി ലാഗ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഫേസ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു പ്രഷർ കോയിലിൽ ഒരു റെസിസ്റ്ററും മറ്റേ പ്രഷർ കോയിലിൽ ഒരു ഇൻഡക്ടറും, ഈ പ്രഷർ കോയിലിന് സീരീസ് ആയിട്ടാണ് ആരെ കണക്ട് ചെയ്തിട്ടുള്ളത്, ഈ റെസിസ്റ്ററും ഇൻഡക്ടറും. പക്ഷേ ഇവ ആർക്ക് പാരലാണ്, ലോഡിന് പാരലാണ്, അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജിന് പാരലായിട്ടായിരിക്കും നമ്മുടെ പ്രഷർ കോയിൽ കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമുക്ക് വോൾട്ടേജ് കോയിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഈ പ്രഷർ കോയിലിന്റെ മറ്റൊരു പേരാണ് വോൾട്ടേജ് കോയിൽ എന്ന് നമുക്കതിനെ വിളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, കാരണം എന്താണ്, അവ ലോഡിന് പാരലായിട്ടായിരിക്കും അല്ലേ. പക്ഷേ ഈ കോമ്പിനേഷൻസ് ഓഫ് റെസിസ്റ്റേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രഷർ കോയിലിന് എന്താണ്, സീരീസ് ആയിട്ടുമാണ് നമ്മളിതിനെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കിക്കേ, ഒരു പോയിന്റർ ഈ പ്രഷർ കോയിലിന്റെ സെന്ററിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രഷർ കോയിൽ എന്ന് പറയുന്നതാണ് നമ്മുടെ മൂവിങ് കോയിൽസ്. ഈ മൂവിങ് കോയിൽസിൽ നിന്നും എന്താണ്, ഒരു പോയിന്റർ ഒരു ഇങ്ങനെ ലീഡ് ചെയ്ത് കാണിച്ചേക്കാണ്. അതൊരു സ്കെയിലിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ പവർ ഫാക്ടറിന്റെ വാല്യൂ വേരി ചെയ്യുന്ന എവിടെ മുതലാണ്, 0യ്ക്കും 1നും ഇടയ്ക്കായിരിക്കും നമ്മുടെ പവർ ഫാക്ടറിന്റെ വാല്യൂ നിൽക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതിന്റെ ഒരു എക്സാക്ട് പൊസിഷൻ എന്ന് പറയുന്നത്, സെൻട്രലാണെങ്കിൽ 1 എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒരു യൂണിറ്റി പവർ ഫാക്ടർ ആണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ലെഫ്റ്റിലേക്കാണെങ്കിൽ ലാഗിങ്ങും റൈറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ലീഡിങ് പവർ ഫാക്ടറുമാണ് ഇത് തരുന്നത്. അപ്പം ഇനി ഒരു കാര്യം ഞാൻ പറയുന്നത്, നമ്മുടെ ഈ രണ്ട് പ്രഷർ കോയിൽസിലും ജനറേറ്റ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അതും കൂടെ ഓർത്ത് വെച്ചേക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും വരുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ വർക്കിങ്ങിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇൻപുട്ട് സപ്ലൈ ഇവിടെ കൊടുക്കുന്നു. ആ കൊടുക്കുന്ന ഇൻപുട്ട് സപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കറണ്ട് ഇതുവഴി പാസ് ചെയ്ത്, ഇതുവഴി എന്ന് വെച്ചാൽ ഏതാണ്, നമ്മുടെ കറണ്ട് കോയിൽ വഴി പാസ് ചെയ്ത് മറ്റേ കറണ്ട് കോയിൽ വഴി പാസ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകുന്നു അല്ലേ. അപ്പോൾ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഈ കറണ്ട് കാരണം നമ്മുടെ കറണ്ട് കോയിലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. അതേ കറണ്ട് കാരണം ഇവിടെയും അല്ലേ, നെറ്റൊരു രണ്ട് കോയിലുകളിലും മാഗ്നറ്റിക് ഫീൽഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതേ സമയത്ത് തന്നെ എന്തുണ്ട്, ഈ സപ്ലൈ ഏതുവഴി പാസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രഷർ കോയിലിന് അക്രോസ് ആയിട്ടും അല്ലെങ്കിൽ പ്രഷർ കോയിൽ വഴിയും പോകുന്നുണ്ടല്ലോ. അതേസമയം നമ്മുടെ കറണ്ട് കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ആർക്ക് പ്രൊപ്പോർഷണലാണ്, അതുവഴി പോകുന്ന കറണ്ട് കോയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ആർക്ക് പ്രൊപ്പോർഷണലാണ്, അതുവഴി ഒഴുകുന്ന കറണ്ടിന് പ്രൊപ്പോർഷണലാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രഷർ കോയിൽ ആർക്ക് പാരലാണ്, നമ്മുടെ ലോഡിന് അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈക്ക് പാരലാണ്, അതിന് അക്രോസ് ആയിട്ടാണ് നമ്മുടെ പ്രഷർ കോയിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രഷർ കോയിലിലും എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മൾ ഈ സപ്ലൈ കൊടുക്കുന്നത് മുഖാന്തരം അവിടെയും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രഷർ കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ആർക്ക് പ്രൊപ്പോർഷണലാണ്, വോൾട്ടേജിന് എന്താണ്, പ്രൊപ്പോർഷണലാണ് അല്ലേ. അപ്പോൾ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താണ്, വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ എഫക്റ്റ് നമുക്ക് എവിടെ കിട്ടും, നമ്മുടെ പ്രഷർ കോയിലിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താണ്, മൂവിങ് കോയിലിൽ കിട്ടുന്നുണ്ട്. ഇനി നോക്കിക്കേ, ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകളുടെ എഫക്റ്റുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡുകളുടെ എഫക്റ്റ് കാരണം എന്ത് സംഭവിക്കുന്നു,
നമ്മുടെ ഈ മൂവിങ് കോയിലിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്യപ്പെടുന്നു അല്ലേ? അങ്ങനെ ടോർക്കുകൾ ജനറേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ P1ലും ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, P2ലും ഉണ്ട്. കാരണം എന്താണ്? ഇത് 90 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ടോർക്കുകളും എങ്ങനെയാണ്? ഓപ്പോസിങ് ആയിരിക്കും. ഈ ഓപ്പോസിങ് എഫക്റ്റ് കാരണം എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഈ പോയിന്ററിന് മൂവ്മെന്റ് സംഭവിക്കുന്നു. ഇൻ കേസ് രണ്ട് ടോർക്കുകളും ഈക്വൽ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ ആണെന്ന് ഇരിക്കട്ടെ. ഈ ടോർക്കുകൾ ഈക്വൽ ആയിട്ട് വരുന്ന കണ്ടീഷനിൽ നമ്മുടെ പോയിന്റർ എവിടെ നിൽക്കും? അങ്ങോട്ട് മൂവ് ചെയ്യത്തില്ല, ഇങ്ങോട്ട് മൂവ് ചെയ്യത്തില്ല. പകരം അവന് സ്റ്റഡി ആയിട്ട് നിൽക്കും. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് പറയാം നമ്മുടെ ലോഡ് എന്ത് ലോഡാണ്? റെസിസ്റ്റീവ് ലോഡാണെന്ന് പറയാം. എപ്പോഴാണ് പോയിന്റർ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനിൽ നമുക്ക് പറയാം നമ്മുടെ ലോഡ് റെസിസ്റ്റീവ് ലോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പവർ ഫാക്ടർ എന്തായിരിക്കും? യൂണിറ്റി ആയിരിക്കും. അപ്പോൾ ഈ ടോർക്കുകൾ എങ്ങോട്ടാണോ കൂടി നിൽക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പോയിന്ററിൻ്റെ മൂവ്മെൻറ്റിനെ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. ഇനിയിപ്പം നമ്മൾ കൺസിഡർ ചെയ്യുക, ഇവിടെ ഒരു ഇൻഡക്റ്റീവ് ലോഡാണെന്ന് വിചാരിക്കുക. ഇൻഡക്റ്റീവ് ലോഡാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ പോയിന്റർ അല്ലേ ഈ സൈഡിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. അതായത് ഒരു ടോർക്ക് എന്ന് പറയുന്നത് ഓപ്പോസിങ് ഡയറക്ഷനിലേക്ക് കൂടുതലായിട്ട് ടോർക്ക് ചെയ്യപ്പെടും, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ എക്സേർട്ടിങ് ഫോഴ്സ് കാരണം നമ്മുടെ പോയിന്റർ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്താൽ മനസ്സിലാക്കിക്കോണം, ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ലോഡാണ്? ഇൻഡക്റ്റീവ് ലോഡാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതായത് ഒരു ലാഗിങ് പവർ ഫാക്ടറിലായിരിക്കും നമ്മുടെ പവർ ഫാക്ടർ മീറ്റർ റീഡ് ചെയ്യുന്നത്. ഇനി അതേസമയം നമ്മുടെ ലോഡ് ഒരു കപ്പാസിറ്റി ലോഡാണെന്നുണ്ടെങ്കിൽ ടോർക്ക് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലേക്കുള്ള ടോർക്കിനനുസരിച്ചായിരിക്കും കേട്ടോ. ഈ ഡയറക്ഷനിലേക്കുള്ള ടോർക്കിൻ്റെ മൂവ്മെൻറ്റ്സിനനുസരിച്ചായിരിക്കും നമ്മുടെ പോയിന്റർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്? റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു കപ്പാസിറ്റി ലോഡിൻ്റെ എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ പവർ ഫാക്ടർ മീറ്റർ പവർ ഫാക്ടർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ജനറൽ വർക്കിംഗ് എന്ന് പറയുന്നത്. കൊടുക്കുന്ന സപ്ലൈക്ക് അനുപാതികമായിട്ടുണ്ടാകുന്ന ഫ്ലെക്സുകൾ കാരണം ഒരു ടോർക്ക് മൂവിങ് സിസ്റ്റത്തിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ജനറേറ്റ് ചെയ്യുന്ന ടോർക്ക് ഇവിടെയും പ്രഷർ കോയിൽ രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണം തമ്മിൽ 90 ഡിഗ്രി അപ്പാർട്ടിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡുകളുടെ എഫക്റ്റ് കാരണം ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന രണ്ട് ടോർക്കുകൾ ജനറേറ്റ് ചെയ്യും. അത് രണ്ടും ഓപ്പോസിങ് ആയിരിക്കും. ഈ ഓപ്പോസിങ് ഫോഴ്സ് എങ്ങോട്ട് പോകണം, അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള പോയിന്ററിൻ്റെ മൂവ്മെൻറ്റിനെ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള ലോഡിൻ്റെ ബേസിലായിരിക്കും. രണ്ട് ടോർക്കുകളും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ പോയിന്റർ സ്റ്റഡി ആയിട്ട് നിൽക്കും. ദാറ്റ് മീൻസ് ദ ലോഡ് വിച്ച് ഈസ് ഗിവൺ ടു ദ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗിവൺ ടു ദ സർക്യൂട്ട് എന്ന് പറയുന്നത് റെസിസ്റ്റീവ് ആയിരിക്കും. ഇഫ് ദ പോയിന്റർ ഈസ് മൂവിങ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ദെൻ it means that the load given to the system which is inductive in nature, and if the pointer is moving in the right side, then it is clear that the given load is a capacitive type load. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പഠിക്കുക. നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് വരയ്ക്കുക, പവർ ഫാക്ടർ മീറ്റർ എന്തിനു യൂസ് ചെയ്യുന്നു എന്നുള്ളത് എഴുതുക, അതിൻ്റെ മെയിൻ കമ്പോണൻസ് എന്താണെന്ന് എഴുതുക. ഒത്തിരി വാരി വലിച്ചൊന്നും എഴുതരുത്, മെയിൻ പോയിന്റ്സ് മാത്രം എഴുതുക. പിന്നെ എന്താണ് അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ടോർക്കുകൾ ജനറേറ്റ് ചെയ്യുന്നത്, പിന്നെ ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് എഴുതുക, ടോർക്കുകൾ ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുക, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പവർ ഫാക്ടർ മീറ്റർ ത്രീ ഫേസിൻ്റെ കേസിൽ നമ്മൾ പവർ ഫാക്ടർ മെഷർ ചെയ്യുന്നത്. ഡൈനാമോമീറ്റർ ടൈപ്പ് പവർ ഫാക്ടർ മീറ്റർ ഇൻ 3 phase സിസ്റ്റം. ഒന്നുമില്ല, നമ്മൾ മുമ്പേ കണ്ട അതേ കമ്പോണൻസ് തന്നെ നമ്മൾ 3 phase കേസിലും യൂസ് ചെയ്യുന്നുള്ളൂ. അവിടെ നമ്മൾ രണ്ട് പ്രഷർ കോയിൽസ് തമ്മിൽ ഒരു 90 ഡിഗ്രിയുടെ ഒരു ഫേസ് ഡിഫറൻസ് ആണ് ക്രിയേറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 3 phase കേസിൽ രണ്ട് ഫേസുകൾ തമ്മിൽ എന്തായിരിക്കും 120 ഡിഗ്രിയുടെ ഒരു ഡിഫറൻസ് ആയിരിക്കും ഉള്ളത്, അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇത് കണ്ടോ, ഇവിടെ നമ്മുടെ ഫിക്സഡ് കോയിൽസ് അല്ലെങ്കിൽ നമ്മുടെ സീരീസ് കോയിൽ അല്ലെങ്കിൽ കറണ്ട് കോയിൽ പതിവ് പോലെ കണക്ട് ചെയ്തേക്കുന്നു. ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് നോർമലി ഒരു ബാലൻസ്ഡ് ലോഡായിരിക്കും കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ലോഡിലേക്ക് ഇത് കണക്ട് ചെയ്തിരിക്കുന്നു. ആര് കണക്ട് ചെയ്തിരിക്കുന്നു? സീരീസ് ആയിട്ട് നമ്മുടെ കറണ്ട് കോയിൽ. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പ്രഷർ കോയിൽസ് ഈ രണ്ട് സീരീസ് കോയിലുകളുടെയും ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. രണ്ട് ഫേസുകൾ തമ്മിൽ രണ്ട് പ്രഷർ കോയിൽസ് തമ്മിൽ 120 ഡിഗ്രിയുടെ ഒരു ഫേസ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ C1 C2 എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രഷർ കോയിൽസ്.
ഇനി നോക്കിക്കേ, ഇത് ഈ രണ്ടും തമ്മിൽ ഷോർട്ട് ചെയ്തിട്ടാണ് ഒരേ ഫേസ്, അതായത് ഒരേ R എന്ന് പറയുന്ന ഫേസിൽ നിന്ന് തന്നെ ഈ രണ്ട് കോയിലിലേക്കും സപ്ലൈ ഡയറക്റ്റായിട്ട് പോയിരിക്കുകയാണ്. ഇനി ഈ പ്രഷർ കോയിൽസ് എന്താണ്? ആർക്ക് സീരീസ് ആണ്? സപ്ലൈക്ക് സീരീസ് ആണ്, അല്ലെങ്കിൽ ലോഡിന് പാരൽ. പ്രഷർ കോയിൽസ് എപ്പോഴും സപ്ലൈക്ക് അല്ലെങ്കിൽ ലോഡിന് പാരലായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി R എന്ന് പറയുന്ന റെസിസ്റ്റേഴ്സ് എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ ഓരോ പ്രഷർ കോയിൽസിലും റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കും. നമ്മൾ സിംഗിൾ ഫേസ് പഠിച്ചപ്പോൾ അവിടെ എന്തായിരുന്നു? ഒരെണ്ണത്തിൽ റെസിസ്റ്ററും മറ്റേ പ്രഷർ കോയിലിൽ ഒരു ഇൻഡക്ടറും ആയിരുന്നു കണക്ട് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ ഒരു 90 ഡിഗ്രിയുടെ ഒരു ഫേസ് ഡിഫറൻസ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അവിടെ യൂസ് ചെയ്തത്. ഇവിടെ ഒരു സിംഗിൾ ഫേസ് ആയിരുന്നതുകൊണ്ട്. ഇവിടെ നമ്മൾ 3 ഫേസ് സിസ്റ്റമാണ്. അപ്പം 3 ഫേസിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് 120 ഡിഗ്രിയുടെ ഒരു ഫേസ് ഡിഫറൻസ് അവിടെ ഉണ്ടായിരിക്കും. ഇനി എന്തിനാണ് ഈ റെസിസ്റ്ററുകൾ വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫേസ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ്? ടു മെയിൻറ്റെയിൻ the phase difference of 120, maintain the phase difference of 120 degree. ഒരു എക്സ്റ്റേണൽ ലോഡ് ഇൻ്റർഫറൻസ് ഒന്നും വരാതെ കേട്ടോ. എക്സ്റ്റേണൽ ലോഡ് ഇൻ്റർഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡക്റ്റീവ് ലോഡോ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റീവ് ലോഡോ മറ്റോ വന്നു കഴിയുമ്പോൾ ഈ ഫേസ് ഡിഫറൻസിന് ഒരിക്കലും ഒരു ചേഞ്ചസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ ഫേസ് ഡിഫറൻസ് 120 ഡിഗ്രിയിൽ എക്സാക്റ്റ് 120 ഡിഗ്രിയിൽ തന്നെ നിലനിർത്താനായിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി പതിവ് പോലെ തന്നെ എന്താണ് മറ്റേ നമ്മൾ സിംഗിൾ ഫേസിൽ പഠിച്ചതുപോലെ തന്നെയാണ് എൻ്റെ വർക്കിംഗ് വരുന്നത്. ഈ ലോഡിനനുസരിച്ച് നമ്മുടെ ഇവിടെ ഒരു പോയിന്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റീവ് ലോഡാണെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന രണ്ട് ടോർക്കുകളും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പോയിന്റ് ഒരു യൂണിറ്റി എന്ന് പറയുമ്പോൾ 1 നിലനിർത്തും, അല്ലെങ്കിൽ 1 ആയിരിക്കും. ഇനി ഇൻഡക്റ്റീവ് ലോഡാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സൈഡിലേക്കുള്ള ടോർക്കായിരിക്കും കൂടുതൽ, അതുകൊണ്ട് തന്നെ ഒരു ലാഗിങ് പ്രോപ്പർട്ടി കാണിക്കും. ഇനി കപ്പാസിറ്റീവ് ലോഡാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ 3 ഫേസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുമായിരിക്കും. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 ഫേസുകൾ വരയ്ക്കുക. ഈ രീതിയിൽ കറണ്ട് കോയിലും പ്രഷർ കോയിലും കണക്ട് ചെയ്യുക, പോയിന്റർ മൂവിങ് സിസ്റ്റമായിട്ട് ഘടിപ്പിക്കുക, പിന്നെ റെസിസ്റ്റേഴ്സും കാണിക്കുക, പിന്നെ വർക്കിംഗ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ സിംഗിൾ ഫേസുമായിട്ട് വർക്കിങ്ങിൻ്റെ കാര്യത്തിൽ വേറെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പകരം ഈ പ്രഷർ കോയിൽസ് തമ്മിലുള്ള ഒരു ആംഗിളിൻ്റെ കണക്ഷൻസും പിന്നെ നമ്മൾ റെസിസ്റ്ററും ഇൻഡക്ടറും കണക്ട് ചെയ്യുന്നത് പോലെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സിങ്ക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഡിവൈസിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതൊരു തിയറി ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സിങ്ക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിവൈസാണ്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി അതുപോലെ തന്നെ വോൾട്ടേജ് അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് മെഷർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിങ്ക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു സിങ്ക്രണൈസേഷൻ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലാണോ അതിനൊരു സ്കോപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ സിങ്ക്രോസ്കോപ്പ്. അപ്പോൾ സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒന്നെങ്കിൽ നമ്മുടെ ഒരു 3 ഫേസ് സിസ്റ്റം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3 ഫേസ് സിസ്റ്റത്തിലേക്ക് നമ്മളൊരു എക്സ്റ്റേണൽ ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു ജനറേറ്റർ അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്ററോ മറ്റോ അല്ലെങ്കിൽ ഒന്നിലധികം നമുക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരുമ്പം ഇവയുടെ പ്രോപ്പർട്ടീസും നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന ബസ് ബാറിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരു ഡിവൈസാണ് സിങ്ക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ മെഷർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, സിങ്ക്രണൈസേഷൻ ഇത് യോഗ്യതയുണ്ടോ, അതിനുള്ള യോഗ്യതകൾ നമ്മൾ എടുത്തിരിക്കുന്ന ഡിവൈസസിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ 2 ബസ് ബാറുകൾ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതുമല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റേഴ്സ് ഒന്നിലധികം അല്ലെങ്കിൽ പാരലൽ ഓപ്പറേഷൻ ഓഫ് ഓൾട്ടർനേറ്റർ എന്നൊക്കെ നമുക്ക് പറയാം. ഒന്നിലധികം കാര്യങ്ങൾ പാരലൽ ഓപ്പറേഷനിലേക്ക് വേണ്ടി വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് യോഗ്യതയുണ്ടോ, വോൾട്ടേജും ഫേസ് ഡിഫറൻസും ഒക്കെ സെയിം ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നൊരു സംവിധാനമാണത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള അതിൻ്റെ തിയറിയും കാര്യങ്ങളുമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡയഗ്രാം വെച്ചിട്ട് ഞാൻ അതിൻ്റെ വർക്കിംഗ് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും സിങ്ക്രോസ്കോപ്പിൻ്റെ. ഇവിടെ നമുക്ക് ഒരു ബസ് ബാർ, ഈ ബസ് ബാറിലേക്ക് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു ഇൻകമിങ് മെഷീൻ എന്ന് പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു ഓൾട്ടർനേറ്റർ ആകാം, അല്ലെങ്കിൽ ഒരു ജനറേറ്റർ ആകാം, അതും അല്ലെങ്കിൽ മറ്റൊരു ബസ് ബാർ ആയിരിക്കാം. അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ബസ് ബാറുമായിട്ട് കണക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു പാരലൽ ഓപ്പറേഷൻ ഞാൻ ചെയ്യുകയാണ്.
അങ്ങനെയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഇൻകമിങ് മെഷീൻ്റെ പ്രോപ്പർട്ടീസും ബസ് ബാറിൻ്റെ പ്രോപ്പർട്ടീസും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരും? വോൾട്ടേജ്, അതും അല്ലെങ്കിൽ എന്ത് പറയാം, ഫേസ് ഡിഫറൻസ് എന്ന് വിളിക്കാം. വോൾട്ടേജ് അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് നോക്കും. അതുപോലെ തന്നെ എന്ത് നോക്കും? നമ്മുടെ ഫ്രീക്വൻസിയും നോക്കും. അപ്പോൾ ഇൻകമിങ് മെഷീൻ്റെയും നിലവിലുള്ള നമ്മുടെ ബസ് ബാറിൻ്റെയും ഇത്തരം കാര്യങ്ങളൊക്കെ സെയിം ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് തമ്മിൽ ഒരു പാരലൽ ഓപ്പറേഷനിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഇത് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒന്നിലധികം മീറ്റേഴ്സ് എനിക്ക് ഇതിന് പാരലായിട്ട് ഇങ്ങനെ ലൈനുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇവയെല്ലാം ഈ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അതിന് വേണ്ടി ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു 3 limbed ട്രാൻസ്ഫോർമർ, 3 limbed ട്രാൻസ്ഫോർമർ ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ 3 limbed ട്രാൻസ്ഫോർമറിൻ്റെ ഒരു സെക്ഷൻ ഇൻകമിങ് മെഷീൻ, ഇവിടേക്ക് ഞാൻ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഇൻകമിങ് മെഷീൻ്റെ ടെർമിനൽസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് സൈഡിലേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബസ് ബാർ ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഈ 2 വൈൻഡിങ്സിലും ഇപ്പം സപ്ലൈ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ ഒരു ഫ്ലക്സ് ഫ്ലോ ചെയ്യും. അപ്പം ഇവിടെ സപ്ലൈ കൊടുക്കുന്നത് കാരണം, അല്ലെങ്കിൽ ഇതുവഴി ഒരു സപ്ലൈ പാസ് ചെയ്യുന്നത് കാരണം 2 ലിംബിലും എന്തുണ്ടാകുന്നുണ്ട്? ഫ്ലെക്സ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പം 2 ലിംബിലും ഉണ്ടാകുന്ന ഫ്ലെക്സുകൾ എന്താണ്? ഒരേ ഡയറക്ഷനിലാണെങ്കിൽ, സെയിം ഡയറക്ഷനിലാണെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലാമ്പ് ബ്രൈറ്റ് ആയിട്ട് കത്തും. ലാമ്പ് എന്ത് ചെയ്യും? ബ്രൈറ്റ് ആയിട്ട് കത്തിക്കൊണ്ടേയിരിക്കും. എപ്പോൾ? ഈ 2 ലിംബ് വഴിയും പാസ് ചെയ്യുന്ന ഫ്ലെക്സ് സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഈ 3rd ലിംബിൽ, നമ്മുടെ ഈ മൂന്നാമത്തെ 3rd ലിംബിലേക്ക് വരുമ്പോഴത്തേക്കും 2 ഫ്ലെക്സുകളും എന്താണ്? അഡിക്റ്റീവ് ആണ്. അഡിക്റ്റീവ് ആയിട്ടുള്ള 2 ഫ്ലെക്സുകളും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിനും കൂടെ സമ്മായിട്ടുള്ള ഒരു ഫ്ലെക്സിൻ്റെ എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ഈ മൂന്നാമത്തെ ലിംബിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബൾബ് എന്തായിരിക്കും? വളരെ ബ്രൈറ്റ് ആയിട്ട് അത് ഗ്ലോ ചെയ്യാൻ തുടങ്ങും. അതേസമയം ഇപ്പം ഫ്ലെക്സുകൾ തമ്മിൽ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് പറയാം രണ്ടും ഒരേ ഫേസിലാണ് അല്ലേ, അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് സെയിം ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഫേസ് ഡിഫറൻസ് സെയിം ആണെന്ന് പറയാൻ കഴിയും. ആരുടെ? ഇൻകമിങ് മെഷീൻ്റെയും നമ്മുടെ ബസ് ബാറിൻ്റെയും. അതേസമയം നോക്കൂ, ഇത് നേരെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു കേസാണെങ്കിൽ ഫേസ് ഡിഫറൻസ് സെയിം അല്ലാത്തൊരു കണ്ടീഷനിൽ എന്ത് വരും? സ്വാഭാവികമായിട്ടും ഈ ലിംബിലുള്ള നെറ്റ് ഫ്ലെക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിനും കൂടെ ഡിഫറൻസ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ബൾബ് എന്ത് ചെയ്യും? വളരെ ലൈറ്റായിട്ടായിരിക്കും, വളരെ ഒന്നെങ്കിൽ കത്താൻ വരെ ചാൻസ് ഇല്ല. കാരണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫ്ലെക്സുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നെറ്റ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡാർക്കായിട്ട് നിൽക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ബൾബ് എന്തായിരിക്കും? ഡാർക്കായിട്ട് നിൽക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും? വിൽ നോട്ട് ഗ്ലോ എന്ന് നമുക്ക് പറയാം. അതുപോലെ നമുക്ക് വളരെ കുറഞ്ഞൊരു പ്രകാശം തരുമെന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. ജനറലി അത് ഡാർക്കായിട്ട് നിലനിൽക്കുകയാണ് പതിവ്. അപ്പോൾ ഈ ഒരു കണ്ടീഷന് നമുക്ക് പറയാം ഫേസ് ഡിഫറൻസ് ഒന്നും സെയിം അല്ല എന്ന് പറയാം. ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മൾ ഫ്രീക്വൻസിയുടെ കാര്യം എടുക്കുകയാണെന്നിരിക്കട്ടെ. നമ്മൾ ഓരോ അല്ലേ ഇങ്ങനെ വേവ്സ് മാറി മാറി വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇൻകമിങ് മെഷീൻ്റെ നമ്മുടെ ബസ് ബാറിൻ്റെ ഫ്രീക്വൻസീസ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കും. വെച്ചാൽ ഇപ്പം ഒരേ ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ ഫ്ലിക്കർ ചെയ്യുന്നതിൻ്റെ ആ റേറ്റ് വളരെ കുറവായിരിക്കും. വളരെ കുറഞ്ഞ അളവിൽ അത് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കും. ഈ വേവ്സിനനുസരിച്ച് ഒരു മീഡിയം ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു പീരിയോഡിക് ഇൻ്റർവെല്ലിൽ അതിങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കും, ഫ്രീക്വൻസി സെയിം ആണെന്നുണ്ടെങ്കിൽ. അല്ലെന്നുണ്ടെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഈ ഫ്ലിക്കറിങ്ങിൻ്റെ തോത് ഭയങ്കര കൂടുതലായിരിക്കും, വളരെ പെട്ടെന്ന് തന്നെ അത് ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം സിൻക്രണൈസേഷൻ്റെ കണ്ടീഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. സിൻക്രണൈസേഷൻ ക്യാൻ ബി ഡൺ വെൻ 2 കാര്യങ്ങളിലാണ്. ഒന്നെന്ന് പറയുന്നത് എപ്പോഴാണ്? ദ ബ്രൈറ്റ്നസ് ഈസ് മാക്സിമം. 2 എന്ന് പറയുന്നത് ഫ്ലിക്കറിങ് കുറവുമാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷനിൽ നമുക്ക് പറയാം നമ്മുടെ മെഷീൻ ഈസ് റെഡി ടു സിൻക്രണൈസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സെറ്റപ്പിനെയാണ് നമുക്ക് എന്ത് വിളിക്കാവുന്നത്? സിൻക്രോസ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാമിന് അത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 limbed ട്രാൻസ്ഫോർമറും ഒരു സൈഡിൽ ഒരു ബസ് ബാറും മറ്റേ സൈഡിൽ ഇൻകമിങ് സപ്ലൈയും കാണിക്കുക. ഓക്കെ, അപ്പോൾ സിൻക്രണൈസേഷൻ യോഗ്യതയായി കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഈ സ്വിച്ച് അങ്ങോട്ട് ക്ലോസ് ചെയ്താൽ മതി, സിൻക്രണൈസിങ് സ്വിച്ച്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ സെറ്റ്.
സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകാം. അതായത് ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്താണ്, RYB ആണ് 3 ഫേസിൻ്റെ കേസിൽ ഇത് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കോണം. ഫേസ് സീക്വൻസ് എന്ന് പറയുമ്പോൾ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ, RYB ഓർഡേഴ്സ് ഇൻഡിക്കേറ്റേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് 2 തരത്തിൽ ഉള്ള, അത് ചെക്ക് ചെയ്യുന്നതിന് നമുക്ക് 2 ഡിവൈസ് ഉണ്ട്. ഒന്ന് ഡൈനാമിക്കും ഉണ്ട്, ഒന്ന് സ്റ്റാറ്റിക്കും ഉണ്ട്. അപ്പോൾ ഡൈനാമിക് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മൂവിങ് മോഷൻ അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്, മൂവിങ്. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ അനങ്ങാതെ നിൽക്കുന്ന ഒരു പാർട്സ് ആണ്. അപ്പോൾ ഇവിടെ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള 2 രീതിയിലുള്ള മീറ്റേഴ്സിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കാണിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു ഡൈനാമിക് സിസ്റ്റമാണ്. ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്ററിൻ്റെ ഡൈനാമിക് ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്ററാണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വർക്കിങ്ങുമായിട്ട് വളരെ സിമിലർ ആണ്. അതായത് ഇപ്പോൾ ഒരു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കേട്ടോ. അപ്പോൾ നമ്മളൊരു 3 ഫേസ് സപ്ലൈ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു റൊട്ടേറ്റിംഗ് ഡിസ്ക് ഉണ്ട്. 3 ഫേസ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും, ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പം ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക്, നോർമലി ഈ ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലുമിനിയം പോലെയുള്ള വെയിറ്റ് കുറഞ്ഞ എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ടായിരിക്കും ഈ ഡിസ്ക് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. കാരണം വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് റൊട്ടേഷൻ കിട്ടുകയും നമുക്ക് ഫേസ് സീക്വൻസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ വെയിറ്റ് കുറഞ്ഞൊരു മെറ്റീരിയലേക്ക് 3 ഫേസ് സപ്ലൈ നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്ക് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ ഇനി നമ്മുടെ റോട്ടർ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന നമ്മുടെ ഡിസ്ക് ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിരിക്കുന്നത്. അതൊരു ക്ലോസ്ഡ് അലുമിനിയം ഡിസ്ക്, ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർക്കുലർ പോർഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിനിടയിൽ നമ്മുടെ ഈ ഒരു കണ്ടക്ടർ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ 3 ഫേസ് ആയതുകൊണ്ട് ഈ ഫീൽഡ് ഇങ്ങനെ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ അലുമിനിയം ഡിസ്ക് വെച്ച് കഴിയുമ്പോൾ ഈ അലുമിനിയം ഡിസ്കിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ അവിടെ ഒരു എഡ്ഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ഒരു ക്ലോസ്ഡ് പാത്ത് ഉള്ളത് കൊണ്ട് അവിടെ ഒരു എഡ്ഡി കറണ്ടും ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു ടോർക്കിൻ്റെ പ്രൊഡക്ഷൻ, അങ്ങനെ ആ ഒരു EMF ഉണ്ടായി. അപ്പോൾ ഈ 2 EMFൻ്റെയും കൂടെ ഇൻഫ്ലുവൻസ് കാരണം ഈ ഡിസ്ക് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഡിസ്കിൻ്റെ റൊട്ടേഷൻ സൂചിപ്പിക്കുന്നത് ഈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ക്ലോക്ക് വൈസ്. ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് സീക്വൻസ് എന്താണ്, RYB എന്ന് പറയുന്ന ഫേസ് സീക്വൻസിലായിരിക്കും. അതേസമയം ഞാനിപ്പോൾ Rഉം Y ഏതെങ്കിലും ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലോക്ക് എന്ത് ചെയ്യും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാകാം ഏതെങ്കിലും ഒരു ഫേസ് ചേഞ്ച് ചെയ്തിട്ടാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ചേഞ്ച്ഡ് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഡിസ്കിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, ഡിസ്കിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തന്നിരിക്കുന്ന ഫേസിൻ്റെ സീക്വൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ രണ്ടാമത്തെ സ്റ്റാറ്റിക് ടൈപ്പ്. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് ദർ ഈസ് നോ മൂവിങ് പാർട്സ്, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള. ഇവിടെ RYB എന്ന് പറയുന്നതിൽ Rലും Yലും എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ലാംപ്സ് വീതം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം RYB എന്ന് പറയുന്ന സീക്വൻസ് ഞാൻ ഈ സപ്ലൈ ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എന്ത് ചെയ്യും, ബ്രൈറ്റർ ആയിട്ട് ഗ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ലാമ്പ് B എന്ന് പറയുന്നത് ഗ്ലോ ബ്രൈറ്റർ ദാൻ ലാമ്പ് A. ഓക്കെ, അതുമല്ല ഇപ്പം A ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, കൂടുതൽ ബ്രൈറ്റർ ചെയ്യുന്നത് A ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ ഫേസ് സീക്വൻസ് നേരെ റിവേഴ്സ്ഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഇത് നോട്ട് ചെയ്യുക. ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡൈനാമിക് ആണെങ്കിൽ ഡയഗ്രാം വരയ്ക്കുക, സ്റ്റാറ്റിക് ആണെന്നുണ്ടെങ്കിൽ 3 ഫേസുകളും വരച്ചിട്ട് ഓരോ ലാമ്പും കാണിച്ചിട്ട് കാര്യങ്ങൾ എഴുതുക കേട്ടോ. ഇത് വളരെ ഈസിയാണ്, ഓൾമോസ്റ്റ് 3 മാർക്കിൻ്റെ ഒക്കെ പോയിന്റിൽ നിന്ന് വരാറുണ്ട്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫ്രീക്വൻസി മീറ്റേഴ്സിനെ കുറിച്ചാണ്. ഫ്രീക്വൻസി മീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിന് യൂസ് ചെയ്യുന്നതാണ്, നമ്മുടെ ഫ്രീക്വൻസി മനസ്സിലാക്കുന്നതിന്, തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കൊടുക്കുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീറ്ററാണ് നമ്മുടെ ഫ്രീക്വൻസി മീറ്റർ എന്ന് പറയുന്നത്. അത് 2 തരത്തിലുണ്ട്, വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പും ഇലക്ട്രിക്കൽ റെസൊണൻസ് ടൈപ്പും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫ്രീക്വൻസി മീറ്റർ, വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതിൻ്റെ വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സ്ട്രക്ചർ കാണാനായിട്ട് സാധിക്കും. ഈ സ്ട്രക്ചറിൽ ഈ കോറിൻ്റെ ചുറ്റും, ഒരു കോറാണിത്, ഈ കോറിൻ്റെ ചുറ്റും ഒരു
കോയിൽസ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കോയിൽസ് ഒക്കെ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ്. ഇതൊക്കെ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ്. അപ്പം നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് ഈ ഇലക്ട്രോ മാഗ്നറ്റ്സിലേക്കാണ്. ഈ ഇലക്ട്രോ മാഗ്നറ്റ്സിലേക്ക് സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്സ് ക്രിയേറ്റ് ചെയ്യും. ഇനി ഈ സിലിണ്ടറിക്കൽ സ്ട്രക്ചറിൻ്റെ സൈഡിലായിട്ട് എൻഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ റീഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു തിൻ സ്റ്റീൽ ഷേപ്പ്, തിൻ സ്റ്റീൽ മോഡൽ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് അതിൻ്റെ ഒരു എക്സാക്ട് ഷേപ്പാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ടോപ്പ് ഈ പോർഷനാണ് നമ്മൾ റീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീഡിൻ്റെ ഈ സെക്ഷൻ ഇത് തമ്മിൽ ഒരു 90 ഡിഗ്രിയുടെ ഒരു ഫേസ് ഡിഫറൻസിലായിരിക്കും അത് ചെയ്തിട്ടുള്ളത്. കണ്ടോ? അതിൻ്റെ ഫ്രീ എൻഡായിരിക്കും അതിൻ്റെ ടോപ്പ് പോർഷൻ. താഴത്തെ പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? നമ്മുടെ ഈ ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ ഈ കോയിലിൻ്റെ ബേസിനോട് ചേർന്നിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തിൻ സ്റ്റീൽ റീഡ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ആ റീഡാണ് ഈ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് ധാരാളം റീഡ്സ്, ഡിഫറെൻ്റ് പ്രോപ്പർട്ടീസ് ഉള്ള റീഡ്സ് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ റീഡ്സിൻ്റെ ഒരു എൻഡ് ഫിക്സ്ഡും മറ്റേത് ഫ്രീ എൻഡും ആയിരിക്കും. ഇനി നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ ആ ഇലക്ട്രോ മാഗ്നറ്റ് എന്താവും? മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഈ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഫസ്റ്റ് കേസ് എടുക്കുകയാണേ. ഇപ്പോൾ ഈ റീഡിൻ്റെ കേസ് എടുക്കുക. ആ റീഡിനോട് ചേർന്നുള്ള ഈ ഒരു പോർഷനിൽ ഇപ്പോൾ ഒരു നോർത്ത് പോളാണ് ക്രിയേറ്റ് ചെയ്തെന്നിരിക്കട്ടെ. സ്വാഭാവികമായിട്ടും ആ റീഡ് എന്തായിരിക്കും? ഒരു സൗത്ത് പോൾ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ഇത് തമ്മിലൊരു അട്രാക്ഷൻ വരുമെങ്കിലും ഇത് തമ്മിൽ കംപ്ലീറ്റ് ആയിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടത്തില്ല. ഫ്രീ എൻഡ്, കാരണം എന്താണ്? മറ്റേ സൈഡ് നമ്മുടെ അത് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഈ സൈഡ് ഇങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. ആൻഡ് ദേ ആർ ട്രൈങ് ടു അട്രാക്ട് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ്. ദേ ആർ ഓൾവേസ് ട്രൈങ് ടു അട്രാക്ട് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ്. എക്സാക്ട്ലി അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇവർ ഈ വൈബ്രേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്, ഇനി നമ്മുടെ AC സിഗ്നൽ ഇതല്ലേ, ഇതിങ്ങനെ കൊടുക്കുമ്പോൾ ഒരു സൈഡിലേക്ക് വരുമ്പോൾ അത് എന്താണ്? ഈ നോർത്ത് പോൾ ആണെങ്കിൽ AC-യുടെ മറ്റേ ഇതിലേക്ക് വരുമ്പോൾ അതെന്താവും? സൗത്ത് പോളായി. അപ്പോൾ മാറി ഓൾട്ടർനേറ്റ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏത് പോൾ ക്രിയേറ്റ് ചെയ്താലും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു പോളായിരിക്കും നമ്മുടെ ഈ ഫ്രീ എൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇത് തമ്മിൽ ഈ മാഗ്നറ്റുമായിട്ട്, ഇലക്ട്രോ മാഗ്നറ്റുമായിട്ട് ഇതിനൊരു അട്രാക്ഷൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫിക്സഡും മറ്റേ സൈഡ് ഓപ്പണും ആയതുകൊണ്ട് എന്നാ സംഭവിക്കും? ഇത് തമ്മിൽ ട്രൈങ് ടു അട്രാക്ട് ആ ഒരു പ്രോപ്പർട്ടിയാണ് നിൽക്കുന്നത്. പകരം ഇതുങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ വൈബ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഏത് ഫ്രീക്വൻസിയിലാണത് വൈബ്രേറ്റ് ചെയ്യുന്നത് എന്ന് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ആരെയാണ്? കൊടുക്കുന്ന സപ്ലൈ, നമ്മൾ കൊടുക്കുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഇവിടെ വളരെ ധാരാളം റീഡ്സ് കാണാൻ കഴിയുന്നതിൽ ഏതെങ്കിലും ഒരു ഓരോ റീഡ്സും ഓരോ ഫ്രീക്വൻസിയിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. കാരണം ഓരോന്നും ഓരോ പ്രോപ്പർട്ടിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് പ്രോപ്പർട്ടിയിൽ വൈബ്രേറ്റ് ചെയ്യത്തക്ക ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് അതിനെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന സപ്ലൈയുടെ ഫ്രീക്വൻസി ഇതിലേതെങ്കിലും ഒരെണ്ണമായിട്ട് മാച്ചിങ് ആയിരിക്കും. അപ്പോൾ ആ ഒരെണ്ണം, അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റീഡ് എന്ത് സംഭവിക്കും? ട്വൈസ് ദ ഫ്രീക്വൻസിയിൽ, ട്വൈസ് ദ സപ്ലൈ ഫ്രീക്വൻസി, ട്വൈസ് ദ ഗീവൺ സപ്ലൈ ഫ്രീക്വൻസിയിൽ അത് റീഡ് ചെയ്യും. ബാക്കിയുള്ളതെല്ലാം നോർമലായിട്ട് റീഡ് ചെയ്യുമ്പോൾ ഈ ഒരെണ്ണം മാത്രം എന്ത് ചെയ്യും? ട്വൈസ് ദ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും തന്നിട്ടുള്ള സപ്ലൈയുടെ ഫ്രീക്വൻസി എത്രയാണെന്നുള്ളത്. അത് മനസ്സിലാക്കാനായിട്ട് ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരു 0.5 ഡിഫറൻസിലാണ് ഓരോ റീഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം ഇതുണ്ട്, ഈ സെൻറ്ററിൽ കാണിച്ചിട്ടുള്ള ഈ റീഡിൻ്റെ വൈബ്രേഷൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മറ്റുള്ളതിനെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. നമ്മൾ പറയുന്നത് ട്വൈസ് ദ സപ്ലൈ സിഗ്നൽ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് അസൈൻ ചെയ്തിട്ടുള്ള ഫ്രീക്വൻസി എത്രയാണോ, അപ്പോൾ ആ ഫ്രീക്വൻസിയാണ് തന്നിട്ടുള്ള സപ്ലൈയുടെ ഫ്രീക്വൻസി എന്ന് നമുക്ക്, അല്ലെങ്കിൽ തന്നിട്ടുള്ള സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എത്രയാണ് എന്നുള്ളത് ഈ വൈബ്രേഷൻ്റെ തോതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇതിനെ വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ എന്ന് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റീഡ്സിൻ്റെ വൈബ്രേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് സംഭവിക്കും? കൊടുത്തിട്ടുള്ള സപ്ലൈയുടെ ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇലക്ട്രിക്കൽ റെസൊണൻസ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിനെ കുറിച്ചാണ്.
നമ്മൾ ആദ്യം വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് പഠിച്ചപ്പോൾ അത് മെക്കാനിക്കൽ റെസൊണൻസ് ടൈപ്പ് ആയിരുന്നു. ഞാൻ ആ പോയിന്റ് പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. അപ്പം വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ റെസൊണൻസിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഇനി രണ്ടാമത് ഇലക്ട്രിക്കൽ റെസൊണൻസ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഇലക്ട്രിക്കൽ റെസൊണൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് ഈ ഇലക്ട്രിക്കൽ റെസൊണൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ? XL XC എന്ന് പറയുന്നതാണ് ഈ കണ്ടീഷൻ. ഏത് കണ്ടീഷൻ? റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്ന ഇതാണ്. ഈ ഒരു കണ്ടീഷനിൽ എക്സലിന്റെ ഇക്വേഷൻ എന്താണ്? 2πfl. അതുപോലെ തന്നെ XCയുടെ ആണെങ്കിലോ 1/2πfc എന്നും വരും അല്ലേ? അപ്പൊ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആളെന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ഫ്രീക്വൻസി ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വഴി നമ്മൾ ഫ്രീക്വൻസി എങ്ങനെയാണ്, ലോവർ ആണോ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ പറഞ്ഞ് ഡയൽസും കൂടെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ആ വാല്യൂസ് നമുക്ക് കിട്ടും. ഓക്കെ, ആ ഒരു സിസ്റ്റമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പതിവ് പോലെ തന്നെ ഇവിടെ ഒരു മൂവിങ് കോയിലും ഉണ്ട്, ഒരു ഫിക്സഡ് കോയിൽസും ഉണ്ട്. ആ ഫിക്സഡ് കോയിൽസ് ഒരു ലാമിനേറ്റഡ് അയൺ കോറുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. ടു അവോയ്ഡ് ദ എഡ്ഡി കറണ്ട് ലോസ്. എഡ്ഡി കറണ്ട് ലോസ് അവോയ്ഡ് ചെയ്യുന്നതിന് ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫിക്സഡ് കോയിൽ മാഗ്നറ്റൈസിങ് കോയിലായിരിക്കും. ഇനി നമ്മുടെ ഈ മൂവിങ് കോയിലിലേക്ക് പാരലായിട്ട് നമ്മളൊരു കപ്പാസിറ്റർ, ഒരു ഫിക്സഡ് വാല്യൂ, ഒരു ഫിക്സഡ് കപ്പാസിറ്റർ ഇവിടെ പെർമനൻ്റ് ആയിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ മൂവിങ് കോയിലായിരിക്കും എപ്പോഴും എന്തുള്ളത്? നമ്മുടെ പോയിന്റർ സ്കെയിൽ അതുവഴി കാണിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഫ്രീക്വൻസി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മളിവിടെ സപ്ലൈ കൊടുക്കുകയാണ് എങ്ങോട്ട്? നമ്മുടെ ഫിക്സഡ് കോയിലിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ മാഗ്നറ്റൈസിങ് കോയിലിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നു. ഇനി ഈ മാഗ്നറ്റൈസിങ് ഈ കോയിലിൻ്റെ കോറിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിക്കുക. നമ്മുടെ ഫിക്സഡ് കോയിൽസ് കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വൈൻഡ് ചെയ്തിട്ടുള്ള ഈ കോറിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയാൽ ഈ സൈഡിൽ വളരെ വീതി കൂടുതലും ഇങ്ങോട്ട് വരുമ്പം വീതി കുറവാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് ഇവിടെ ഭയങ്കര കൂടുതലും ഇവിടെ ആ ഒരു ഇത് വളരെ കുറവുമാണ് അല്ലേ? അപ്പോൾ നമ്മൾ സപ്ലൈ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഒരു ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി ഇവിടെ കൂടുതൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പം ഇത് അല്ലേ, 2πfl. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഒരു ഇൻഡക്റ്റീവ് ലോഡോ എന്തെങ്കിലും മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ? ഫ്രീക്വൻസി കൂടി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ റെസൊണൻസ് കണ്ടീഷൻ ഇത് എപ്പോഴെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുമെന്ന്? അപ്പോൾ എന്ത് ചെയ്യണം? ഫ്രീക്വൻസി ഇത് എന്ത് ചെയ്യും? ട്രൈ ടു റെഡ്യൂസ്. അപ്പോൾ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മൂവിങ് കോയിൽ എന്ത് ചെയ്യും? നമ്മുടെ ഈ ലാമിനേറ്റർ കോറിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും. ലെഫ്റ്റ് സൈഡിലോട്ട് ഇത് മൂവ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പോയിന്റർ എങ്ങോട്ട് മൂവ് ചെയ്യും? ഹയറിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഒരു ഇൻഡക്റ്റീവ് ലോഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം? ഇൻഡക്റ്റീവ് ലോഡാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോയിന്റർ ഹയറിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ പോയിന്റർ ഹയറിലേക്ക് മൂവ് ചെയ്താൽ ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഉള്ള ലോഡ് ഇൻഡക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതേസമയം ഒരു കപ്പാസിറ്റി എഫക്റ്റ് ഉള്ള ലോഡാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി എഫക്റ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കുറവാണ് അല്ലേ? 1/, എന്നാണ് വരുന്നത്. അപ്പോൾ ഫ്രീക്വൻസി താഴുകയാണ്. അപ്പോൾ ഫ്രീക്വൻസി താഴുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യും? ഈ റീജിയനിലേക്ക് അത് മൂവ് ചെയ്യും. വീതി കൂടിയ റീജിയനിലേക്ക് അത് മൂവ് ചെയ്യും. കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് ഉള്ള ഈ റീജിയനിലേക്ക് അത് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഈ പോയിന്റർ എങ്ങോട്ടായി? ലോവറായി അല്ലേ? പോയിന്റർ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കപ്പാസിറ്റീവ് എഫക്റ്റ് ആണ് ഫ്രീക്വൻസി അവിടെ കുറഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കുറയുന്ന ഫ്രീക്വൻസി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ കാണിക്കുക. അപ്പോൾ അത് കൊടുക്കുന്ന ലോഡിനനുസരിച്ച് നമുക്ക് നമ്മുടെ പോയിന്ററിൻ്റെ അല്ലെങ്കിൽ ആ ലോഡിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്നുള്ളത് നമുക്ക് ഇത്തരത്തിൽ ഇലക്ട്രിക്കൽ റെസൊണൻസ് കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ വർക്കിംഗ് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർക്യൂട്ട് മാൻഡേറ്ററി ആയിട്ട് വരയ്ക്കുക. എന്തൊക്കെ പാർട്സ്, മൂവിങ്, ഫിക്സഡ്, പിന്നെ എന്താണ് ഡയൽ എവിടെയാണ്, പിന്നെ ഒരു പെർമനൻറ്റ് വാല്യൂ ഓഫ് കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റർ ആണല്ലേ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? എർത്തിൻ്റെ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ അതിൻ്റെ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഒരു 4 ടെർമിനൽസ് കാണും. C1, P1,
C2 P2. അതിൽ C1 ഉം P1 ഉം തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് ഒരു ഇലക്ട്രോഡായിട്ട് വരുന്നു. പിന്നെ മറ്റ് രണ്ടെണ്ണം ഒരു 5 മീറ്ററോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസിൽ ഇങ്ങനെ മണ്ണിൽ കുഴിച്ചിടുന്നു. നമ്മൾ ഇതൊരു ഡിജിറ്റൽ ടൈപ്പാണ്. നമുക്കിവിടെ ഡയറക്റ്റ് ഹാൻഡ് ഡ്രിവൺ അല്ല ഈ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ അതിൻ്റെ റീഡിങ് കിട്ടും. സോയിലിൻ്റെ എർത്ത് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഡയഗ്രത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള എർത്ത് ടെസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഹാൻഡ് ഡ്രിവൺ ജനറേറ്ററാണ്. ആദ്യം കാണിച്ചിട്ടുള്ളത് ഒരു ഹാൻഡ് ഡ്രിവൺ ജനറേറ്ററാണ്. നമ്മളിങ്ങനെ ഇത് കറക്കി ആണ് നമ്മളിവിടെ ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. AC ആണെങ്കിലും അതിൻ്റെ ഔട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് DC ആണ്. അതുകൊണ്ടാണ് അതിനെ DC ജനറേറ്റർ എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്, ഒരു ഹാൻഡ് ഡ്രിവൺ DC ജനറേറ്റർ. പിന്നെ വരുന്നത് ഒരു കറണ്ട് റിവേഴ്സറാണ്. കറണ്ട് റിവേഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ ജനറേറ്റ് ചെയ്ത DC-നെ എന്താക്കി മാറ്റി, AC ആക്കി മാറ്റി ഒരു കറണ്ട് റിവേഴ്സ് ചെയ്ത് തരികയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ആ AC-നെ വീണ്ടും റെക്ടിഫൈ ചെയ്തിട്ട് DC ആക്കി മാറ്റാൻ വേണ്ടി ഒരു റെക്ടിഫയർ. അപ്പോൾ ഹാൻഡ് ഡ്രിവൺ DC ജനറേറ്റർ, ഒരു കറണ്ട് റിവേഴ്സർ, അതുപോലെ തന്നെ ഒരു റെക്ടിഫയർ. 3 സാധനങ്ങളായില്ലേ. ഇനി വേണ്ടത് പതിവ് പോലെ തന്നെ നമ്മുടെ പ്രഷർ കോയിലും വേണം, നമ്മുടെ ഒരു കറണ്ട് കോയിലും വേണം. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു കൊടുത്തിട്ടുള്ള പ്രഷർ കോയിൽ എന്ന് പറയുന്നതാണ് ഈ കാണിച്ച്. ഓക്കെ, അതൊരു പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ ഈ പ്രഷർ കോയിലും കറണ്ട് കോയിലും ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പെർമനൻറ്റ് മാഗ്നറ്റിലേക്ക് നമ്മൾ എന്ത് സപ്ലൈ ആണ്, റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ DC ആണല്ലോ. അപ്പോൾ ഒരു DC സപ്ലൈ, ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ഈ മാഗ്നറ്റ്സിലേക്ക് നമ്മൾ DC സപ്ലൈ കൊടുക്കുന്നു. അതിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ പ്രഷർ കോയിലും അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് കോയിലും ഘടിപ്പിച്ചിട്ടുള്ളത്. കറണ്ട് കോയിലിലേക്ക് വരുന്ന സപ്ലൈ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്, കറണ്ട് കോയിലിലേക്ക് വരുന്ന സപ്ലൈ കണ്ട, കറണ്ട് റിവേഴ്സർ അല്ലെങ്കിൽ നമ്മുടെ AC സപ്ലൈ ആണ് ഈ കറണ്ട് കോയിലിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കേ, പ്രഷർ കോയിലിലേക്കാണെന്നുണ്ടെങ്കിൽ റെക്ടിഫയറിൻ്റെ ഈ ഒരു ഔട്ട്പുട്ടിൽ നിന്നുള്ള ഒരു സപ്ലൈ ആണ്. ഇനി ഇതിന് 4 ടെർമിനൽസ് ഉണ്ടായിരിക്കും, C1 P1 C2 P2. ഈ C1 ഉം P1 ഉം കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് ഷോർട്ട് ചെയ്തിട്ട് എർത്ത് ഇലക്ട്രോഡുമായിട്ട് ഇത് കണക്ട് ചെയ്തേക്കുക. ഇനി എന്ന് പറയുന്നത് രണ്ട് നിശ്ചിതമായിട്ടുള്ള ഡിസ്റ്റൻസിൽ ഒരു 5 മീറ്ററൊക്കെയാണ് ജനറലി എടുക്കുന്നത്. 5 മീറ്റർ എപ്പാർട്ടായിട്ട് ഒരു P2 എന്ന് പറയുന്ന ടെർമിനൽ, പിന്നെ അവിടുന്ന് ഒരു 5 മീറ്റർ മാറിയിട്ടൊരു C2 എന്ന് പറയുന്ന ടെർമിനലും മണ്ണിലേക്ക് ഇലക്ട്രോഡ് അടിച്ച് താഴ്ത്തി വെച്ചേക്കുക. എന്നിട്ട് ഹാൻഡ് ഡ്രിവൺ ജനറേറ്റർ വിട്ട് ഇങ്ങനെ നമ്മൾ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു. ആ കറണ്ട് നമ്മുടെ പെർമനന്റ് മാഗ്നറ്റ് വഴി പ്രഷർ കോയിലിലും മൂവിംഗ് കോയിലിലും ഒക്കെ വരുന്നു. അപ്പോൾ ഈ പ്രഷർ കോയിലിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഒരു പോയിന്റർ ഉണ്ട്. അത് ഈ പ്രഷർ കോയിൽ എന്ന് പറയുന്നത് നമ്മുടെ മൂവിംഗ് കോയിൽ, ഈ മൂവിംഗ് കോയിലുമായിട്ട് എപ്പോഴും ഒരു പോയിന്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഈ ഡയഗ്രത്തിൽ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മളിങ്ങനെ സപ്ലൈ വന്നു, ഇത് കറങ്ങി നമ്മൾ എന്താണ് സപ്ലൈ ജനറേറ്റ് ചെയ്തു. ആ സപ്ലൈ ഇവിടെ ഇവിടെ ഇങ്ങോട്ടൊക്കെ DC വരുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ പ്രഷർ കോയിലും കറണ്ട് കോയിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 മാഗ്നറ്റിക് ഫീൽഡുകൾ ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് കാരണം എന്ത് സംഭവിക്കും, ഇവിടെ ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്യുകയും നമ്മുടെ പോയിന്റർ മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എത്രത്തോളം ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് പ്രഷർ കോയിലിൽ വരുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് ആരെ ആശ്രയിച്ചിരിക്കുന്ന വോൾട്ടേജ്, അതുപോലെ തന്നെ കറണ്ട് കോയിലാണെന്നുണ്ടെങ്കിലോ കറണ്ടിനെ. അപ്പോൾ ഇതിൻ്റെ ഒരു റേഷ്യോയുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളിവിടെ ഒരു ജനറേറ്റ് ചെയ്യുന്ന ടോർക്കും അതുപോലെ തന്നെ പോയിന്ററിൻ്റെ മൂവ്മെൻറ്റ്സ് എന്നും പറയുന്നത് കേട്ടോ. അപ്പോൾ നെറ്റ് എഫക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്, അതിൻ്റെ റേഷ്യോനെയാണ് എന്ത് വിളിക്കുന്നത്, റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ എത്രത്തോളം കറണ്ട് ജനറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എഫക്റ്റ് എത്രത്തോളം വന്നമെന്ന് തീരുമാനിക്കുന്ന ആരാണ്, നമ്മുടെ ഈ എർത്തിൻ്റെ റെസിസ്റ്റൻസാണ്. അതിനനുസരിച്ചുള്ള കറണ്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇതുവഴിയൊക്കെ ഫ്ലോ ചെയ്യത്തുള്ളൂ. അപ്പോൾ എർത്ത് റെസിസ്റ്റൻസിന് ആനുപാതികം ഇവിടെ കറണ്ട് ജനറേറ്റ് ചെയ്താലും ഹാൻഡ് ഡ്രിവൺ ജനറേറ്റർ ഇട്ട് നമ്മൾ അത്രയും വോൾട്ടേജ് അവിടെ ജനറേറ്റ് ചെയ്താലും എത്രത്തോളം കറണ്ട് ഇതുവഴിയൊക്കെ പാസ് ചെയ്ത് പോകണം, നമ്മുടെ പ്രഷർ കോയിൽ വഴിയും കറണ്ട് കോയിൽ വഴിയും ഒക്കെ എത്രത്തോളം കറണ്ട് പാസ് ചെയ്ത് പോകണമെന്ന് തീരുമാനിക്കുന്ന ആരാണ്, സോയിലിൻ്റെ റെസിസ്റ്റൻസ്. കാരണം എന്താണ്, ഇവയെ എല്ലാം കൂടെ നമ്മൾ എർത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലായിരിക്കും അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ 4 ടെർമിനൽസിൽ 2 ഷോർട്ട് ചെയ്ത് എർത്ത് ചെയ്യുക. ജനറൽ വർക്കിംഗ് ആ രീതിയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡയഗ്രാം കമ്പൽസറി ആയിട്ട് വരയ്ക്കണം കേട്ടോ. ഈ മൂവിങ് കോയിലുമായിട്ട് എപ്പോഴും നിങ്ങൾ അറ്റാച്ച് ചെയ്തിട്ട് എന്ത് വരച്ചേക്കുക, ഒരു ഡയൽ
വരച്ചേക്കുക, ഒരു പോയിന്ററും ഒരു ഡയലും ഒക്കെ കാണിച്ചേക്കണം കേട്ടോ. ഇതാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റാംപ് ടൈപ്പ് ഡിജിറ്റൽ വോൾട്ട്മീറ്ററാണ്. റാംപ് ടൈപ്പ് ഡിജിറ്റൽ വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, വോൾട്ടേജ് ഡിജിറ്റൽ ഫോമിലായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ. എന്തൊക്കെയോ ഇങ്ങനെ കൗണ്ട് ചെയ്ത് ഡിജിറ്റലായിട്ട് എത്ര പൾസസ് പോയി എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുക. അതാണ് റാംപ് ടൈപ്പ് ഡിജിറ്റൽ വോൾട്ട്മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട്, ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. റേഞ്ചിങ് ആൻഡ് അറ്റനേറ്റർ ഉണ്ട്, ഇൻപുട്ട് കമ്പറേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രൗണ്ട് കമ്പറേറ്റർ, കമ്പറേറ്റേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ വേണ്ടതെന്നാണ് റാമ്പ് ജനറേറ്റർ. ഇവിടെ നിന്നാണ് നമ്മുടെ മെയിനായിട്ടുള്ള റാമ്പ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സാമ്പിൾ റേറ്റ് മൾട്ടി വൈബ്രേറ്റേഴ്സും ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യമേ തന്നെ നമ്മുടെ സിഗ്നൽ എന്ത് ചെയ്യുന്നു, റേഞ്ചിങ് അറ്റനെ, നമ്മൾ ആദ്യം ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു AC സിഗ്നൽ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ സിഗ്നൽ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് റാമ്പ് ജനറേറ്ററിൻ്റെ ഇൻപുട്ട് സിഗ്നലിനെ കഴിഞ്ഞും കൂടുതലാണെങ്കിൽ, വോൾട്ടേജ് അതിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ, ഇതിൻ്റെ ബാക്കിയുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളും നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു AC സിഗ്നൽ ഇൻപുട്ട് കൊടുക്കുന്നു. ഈ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു റേഞ്ചിങ് അറ്റനേറ്റർ എന്ന് പറയുമ്പം, ഇപ്പോൾ വീക്ക് സിഗ്നലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്യും. ഇനി കൂടിയതാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അതാണ് റേഞ്ചിങ് എന്ന് പറയുന്നത്. ഇപ്പം ഒരുപാട് ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ആവശ്യമായിട്ടുള്ള നമുക്ക് വേണ്ട റിക്വയർഡ് റേഞ്ചിലേക്ക് താഴ്ത്തി ചെയ്യുകയും ചെയ്യും. അപ്പോൾ രണ്ട് രീതിയിൽ സിഗ്നലിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സിഗ്നലിനെ മോഡിഫൈ ചെയ്തിട്ട് നമുക്കൊരു ആംപ്ലിഫൈഡ് ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ജനറലി നമുക്ക് പറയാം ഒരു വീക്ക് സിഗ്നൽ ആയിരിക്കും ഇൻപുട്ട് സിഗ്നൽ, അതിനെ നമുക്കൊരു ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു അനലോഗ് സിഗ്നൽ ഇങ്ങോട്ട് വരുന്നു. എങ്ങോട്ട്? കമ്പറേറ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് വരികയാണ്. ഇൻപുട്ട് കമ്പറേറ്റർ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇതിൻ്റെ രണ്ട് ടേമിന് ഇവിടെ ഇങ്ങോട്ടേക്ക് കമ്പയർ ചെയ്യുകയാണ് അല്ലേ, ഏതെങ്കിലും രണ്ട് ഇൻപുട്ട്സ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് കമ്പറേറ്ററിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് അനലോഗാണ്, അത് വന്ന് കയറി. ഇനി രണ്ടാമത് വരുന്നത് റാമ്പ് ജനറേറ്റർ ക്രിയേറ്റ് ചെയ്യുന്ന റാമ്പ് ഇൻപുട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ്, രണ്ട് സിഗ്നൽസ് വന്നല്ലേ, അനലോഗ് സിഗ്നൽസും വന്നു, ഈ റാമ്പ് സിഗ്നൽസും വന്നു. ഈ രണ്ട് സിഗ്നൽസും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇൻപുട്ട് വോൾട്ടേജ് എപ്പോഴാണോ കൂടുതലായിട്ട് വരുന്നത് ആ ഒരു കണ്ടീഷനിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ കമ്പറേറ്റർ ആ സിഗ്നൽസിനെ ഇതുവഴി പാസ് ചെയ്യുകയും ഒരു സ്റ്റാർട്ട് പൾസ് കിട്ടുകയാണ് ഈ ഗേറ്റിലേക്ക് ഒരു സ്റ്റാർട്ട് പൾസ് വന്നു കഴിഞ്ഞു. എപ്പോഴാണ്, അല്ലെങ്കിൽ ഗേറ്റ് ഓൺ ആകാനുള്ളൊരു കണ്ടീഷനാണത്. ഏത്? ഇൻപുട്ട് വോൾട്ടേജ് റാമ്പ് വോൾട്ടേജിനെ കഴിഞ്ഞും കൂടുതലായിട്ട് വരുന്നൊരു കണ്ടീഷനിൽ. ഇനി അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ ഗേറ്റ് ഓണായി. ഗേറ്റ് ഓൺ ആയി കഴിയുമ്പോൾ നമ്മുടെ ക്ലോക്ക് ഓസിലേറ്റർ പൾസസിനെ ജനറേറ്റ് ചെയ്യും. ഓസിലേറ്റേഴ്സ് പൾസസിനെ ജനറേറ്റ് ചെയ്യും. ഈ പൾസസ് ഈ ഗേറ്റ് വഴി പാസ് ചെയ്ത് പോയി കൗണ്ടറിൽ വഴി അത് കൗണ്ട് ചെയ്യും. എന്നിട്ട് എത്ര പൾസസ് ഈ ഗേറ്റ് വഴി പാസ് ചെയ്തു എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. ഡിജിറ്റലി ഡിസ്പ്ലേ ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഓൺ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഗേറ്റ് ഇപ്പോൾ കണ്ടീഷനിൽ എന്താണ്, ഗേറ്റ് ഓൺ ആണ്. ഇൻപുട്ട് സിഗ്നൽ ഇതിനെ കഴിഞ്ഞും കൂടി നിൽക്കുന്ന ഒരു കണ്ടീഷനിൽ നമ്മുടെ ഗേറ്റ് ഓൺ ആണ്. ആ ഒരു കണ്ടീഷനിൽ ക്ലോക്ക് ഓസിലേറ്റേഴ്സ് പൾസസ് ജനറേറ്റ് ചെയ്യുകയും ആ പൾസസ് ഈ ഗേറ്റ് വഴി പാസ് ചെയ്ത് പോകുന്നു. എത്രത്തോളം ഇത് പാസ് ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്യുന്നു, കൗണ്ട് ചെയ്യുന്നു. അതായിരിക്കും ആ റീഡിംഗ് എന്ന് പറയുന്നത്. ആ തന്നിരിക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിൻ്റെ വോൾട്ടേജ് എത്രയാണെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ വേറൊരു കമ്പറേറ്റർ കാണുന്നുണ്ട്, ഗ്രൗണ്ട് കമ്പറേറ്റർ. ഈ ഗ്രൗണ്ട് കമ്പറേറ്റർ ഗ്രൗണ്ട് സിഗ്നലിനെ നമ്മുടെ റാമ്പ് ജനറേറ്ററുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതൊരു സ്റ്റോപ്പ് പൾസ് ജനറേറ്റ് ചെയ്യും. അതിനെ ട്രിഗർ ചെയ്യിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഫംഗ്ഷൻ. ഇവിടെയുള്ള മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഈ മൾട്ടി വൈബ്രേറ്ററാണ് റാമ്പ് ജനറേറ്റർ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യുന്നതിന് മോട്ടീവ് ചെയ്യുന്നത് ഈ മൾട്ടി വൈബ്രേറ്ററാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കണ്ടീഷനിലേക്കുള്ള സിഗ്നലിനെ പാസ് ചെയ്യുന്ന ആളാരാണ്, ഗ്രൗണ്ട് കമ്പറേറ്ററാണ്. ഓക്കെ, ഗ്രൗണ്ട് സിഗ്നലും റാമ്പ് ജനറേറ്ററും തമ്മിലുള്ള ഒരു സിഗ്നലിനെ അത്
കമ്പയർ ചെയ്തിട്ട് സ്റ്റോപ്പ് പൾസസിനെ ജനറേറ്റ് ചെയ്യുകയും നമ്മുടെ ഗേറ്റ് എന്ത് ചെയ്യുന്നു, ഓഫ് ആകുന്നൊരു കണ്ടീഷനിലേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്ലോക്ക് ഓസിലേറ്റർ പൾസസിനെ ജനറേറ്റ് ചെയ്യുന്നത് നിർത്തുന്നു. അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഈ ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് കൃത്യമായിട്ട് വരയ്ക്കുകയും ഈ പാർട്സ് ഓരോന്നും കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡിജിറ്റൽ ഫ്രീക്വൻസി മീറ്ററിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം അതെന്താണെന്നുള്ളതും പിന്നെ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം എന്താണ് ഡിജിറ്റൽ ഫ്രീക്വൻസി മീറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മീറ്റർ യൂസ്ഡ് ടു മെഷർ അല്ലെങ്കിൽ കൗണ്ട് ദ ഫ്രീക്വൻസി ഓഫ് ദ ഗിവൺ ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ ഡിജിറ്റൽ ഫ്രീക്വൻസി മീറ്ററിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിഗ്നൽ വേവ് ഫോമിനെ ഒരു ട്രിഗർ പൾസസ് ആയിട്ട്, ഇത് കണ്ടോ, പൾസസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ കണ്ടിന്യൂസ്ലി നമ്മുടെ ആൻഡ് ഗേറ്റ് വഴി പാസ് ചെയ്തിട്ട് അതിനെ കൗണ്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പം നോർമലി നമ്മൾ ഇങ്ങനെയുള്ള ഡിജിറ്റൽ ഓപ്പറേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ഗേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ഈ ആൻഡ് ഗേറ്റ് വഴി ഈ നമ്മുടെ ഗിവൺ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രിഗർ പൾസസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് കണ്ടിന്യൂസ്ലി നമ്മൾ ആൻഡ് ഗേറ്റ് വഴി പാസ് ചെയ്തിട്ട് അതിനെ കൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷനിലേക്കാണ് ഞാനിപ്പോൾ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് സിഗ്നലാണോ അല്ലെങ്കിൽ ഏത് സിഗ്നലിൻ്റെ ആണോ ഫ്രീക്വൻസി മെഷർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പാസ് ചെയ്യുന്നു. അതാണ് അൺനോൺ ഫ്രീക്വൻസി സിഗ്നൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരു വീക്ക് സിഗ്നലാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ വീക്ക് സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ആംപ്ലിഫയർ വഴി എന്ത് ചെയ്തു, ആംപ്ലിഫൈ ചെയ്തു. അല്ലെങ്കിൽ വീക്ക് സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്തു, സ്ട്രെങ്തൻ ചെയ്തു. സ്ട്രെങ്തനിങ് ചെയ്തു. ആരെ, നമ്മുടെ വീക്ക് സിഗ്നലിനെ സ്ട്രെങ്തൻ ചെയ്തിട്ട് ഒരു ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു സിഗ്നലിനെ കിട്ടി അല്ലേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കമ്പോണൻറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഏതാണ്, ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു വീക്ക് സിഗ്നലാണ്, അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ആംപ്ലിഫൈഡ് ആയിട്ടുള്ള സിഗ്നൽ നമുക്ക് കിട്ടി. ഇനി എന്താണ്, അതിനെ ഒരു സ്മിത്ത് ട്രിഗറിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. സ്മിത്ത് ട്രിഗറിൻ്റെ ഫംഗ്ഷൻ എന്താണ്, സ്മിത്ത് ട്രിഗർ എന്ത് ചെയ്തിരിക്കുന്നു, നമ്മുടെ തന്നിട്ടുള്ള അല്ലെങ്കിൽ ഗീവൺ അനലോഗ് സിഗ്നലിനെ അല്ലെങ്കിൽ ആംപ്ലിഫൈഡ് ആയ അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്ത നമ്മുടെ അനലോഗ് സിഗ്നലിനെ ഈ സ്മിത്ത് ട്രിഗർ എന്ത് ചെയ്യുന്നു, പൾസസ് ആക്കി മാറ്റുകയാണ് അല്ലേ. പൾസസ് ആക്കി മാറ്റിയേക്കാണ്. സ്ക്വയർ വേവുകൾ അല്ലെങ്കിൽ നമുക്ക് സ്ക്വയർ വേവ്സ് ആക്കി മാറ്റി. 1-2 സ്ക്വയർ വേവ്സ് ആണോ, അല്ല, എ നമ്പർ ഓഫ് സ്ക്വയർ വേവ്സ്, ഒരു ട്രെയിൻ ഓഫ് സ്ക്വയർ വേവ് എന്ന് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ട്രെയിൻ ഓഫ് സ്ക്വയർ വേവ് നമുക്ക് വിളിക്കാൻ പറ്റും. അത്രത്തോളം പൾസസിനെ അല്ലെങ്കിൽ സ്ക്വയർ വേവ്സിനെ ജനറേറ്റ് ചെയ്തു ആര്, നമ്മുടെ സ്മിത്ത് ട്രിഗർ. അപ്പം കൺവേർഷനും നടക്കുന്നു, ഒരുപാട് സ്ക്വയർ വേവ്സിനെ ജനറേറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ എക്യുപ്മെൻ്റ് എന്ന് പറയുന്ന കമ്പോണൻസ് റിക്വയർമെൻറ്റിൽ രണ്ടാമത് വരുന്നതാണ് നമ്മുടെ സ്മിത്ത് ട്രിഗർ സർക്യൂട്ട്. ഇനി വരുന്നതാണ് എന്ത്, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഗേറ്റ്. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്മിത്ത് ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് നേരെ എങ്ങോട്ടാണ് വരുന്നത്, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഗേറ്റിലേക്ക് വരുന്നു. ഇവിടുത്തെ ഈ ഗേറ്റ് എപ്പോഴാണോ എനേബിൾ ആകുന്നത്, ഈ ഗേറ്റ് എനേബിൾ ആകുന്ന കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ഈ പൾസസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ട്രെയിൻ ഓഫ് സ്ക്വയർ വേവ്സ് ഇതുവഴി പാസ് ചെയ്ത് എങ്ങോട്ട് പോകും, ഇലക്ട്രോണിക്സ് കൗണ്ടറിലേക്ക് പോകും. ആ ഇലക്ട്രോണിക് കൗണ്ടറിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യപ്പെടും, ഈ നമ്പർ ഓഫ് പൾസസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്ക്വയർ വേവ്സ് ഇവിടെ കൗണ്ട് ചെയ്യപ്പെടുകയാണ്. എവിടെ, ഇലക്ട്രോണിക് കൗണ്ടറിൽ. എന്നിട്ട് പിന്നെ അത് എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഡിജിറ്റൽ ഫ്രീക്വൻസി മീറ്ററിൻ്റെത് അല്ലേ. അപ്പോൾ നമ്മുടെ അൺനോൺ അനലോഗ് സിഗ്നലിനെ നമുക്ക് ഇവിടെ അനലോഗ് സിഗ്നൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനർജി കൺവേർഷൻ എങ്ങനെ പറയാം, അനലോഗ് സിഗ്നലിനെ എന്താക്കി മാറ്റി, ഇവിടെ ഒരു ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുകയാണ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റലി നമുക്കത് ഡിസ്പ്ലേ ആയാൽ നമുക്ക് കിട്ടും അനലോഗ് സിഗ്നലിനെ. എങ്ങനെയാണ്, അതിനെ ആദ്യം ഒരു വീക്കായിട്ടുള്ള നമ്മുടെ ഗീവൺ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫൈഡ് സിഗ്നൽ കിട്ടും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്വയർ വേവ്സ് ജനറേറ്റ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്മിത്ത് ട്രിഗർ ആൻഡ് ഇറ്റ് വിൽ ഡയറക്ട്ലി റീച്ചസ് ടു ദി സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഗേറ്റ്. വെൻ ദ ഗേറ്റ് ഈസ് എനേബിൾഡ് ദ എൻറ്റയർ സ്ക്വയർ വേവ്സ് വിൽ പാസസ് ത്രൂ ദ ഗേറ്റ്. ആൻഡ് ഗേറ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ആൻഡ് ഗേറ്റ് വഴി ഇത് പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇലക്ട്രോണിക്സ് കൗണ്ടറിലേക്ക് ചെല്ലുന്നു.
ഇനി നമ്മുടെ ഗേറ്റ് ഡിസേബിൾ ആകുന്ന കണ്ടീഷനിൽ എന്ത് സംഭവിക്കും? ഈ പൾസസിൻ്റെ ഇതുവഴിയുള്ള ഈ ഫ്ലോ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യും, ഗേറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതുവഴി എന്ത് ചെയ്യും? നമ്മുടെ പൾസസ് പോകില്ല ഡിസേബിൾഡ് കണ്ടീഷനിൽ, ഗേറ്റ് ഡിസേബിൾ ആകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അത് പിന്നീട് എന്ത് ചെയ്യുന്നു? നമുക്ക് ഡിസ്പ്ലേയിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഫ്രീക്വൻസി മീറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വെച്ചോളുക. ഡയഗ്രാമൊക്കെ വളരെ നല്ല സിമ്പിൾ അല്ലേ. പിന്നെ ഈ പൾസസ് ഇങ്ങനെ കാണിക്കണേ, വീക്കായിട്ടുള്ളതും ആംപ്ലിഫൈഡ് ആയിട്ടുള്ള സിഗ്നൽസിനെ നിങ്ങൾ കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പോർഷനിലേക്ക് വരാം. നമ്മുടെ CRO അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. CRO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. ഇതാണ് അതിൻ്റെ ഫുൾ ഫോം, അല്ലെങ്കിൽ എന്താണ് എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് വരാം. അതിൻ്റെ ഓക്കെ, അതിന് മുന്നേ CRO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? CRO എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗീവൺ ഇൻപുട്ട് ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമുക്ക് വിസിബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് തരുന്ന ഒരു ഡിവൈസാണ് ഈ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നലിനെ കൊടുക്കുന്നത് ഏത് ടൈപ്പും ആകാം, അങ്ങനെ ആ കൊടുക്കുന്നത് നമുക്ക് വിസിബിൾ ആക്കി തരും അല്ലേ. നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യാം, ആംപ്ലിറ്റ്യൂഡ് മെഷർ ചെയ്യാം, സിഗ്നലിൻ്റെ ഫ്രീക്വൻസി മെഷർ, കുറേ കാര്യങ്ങൾ നമുക്ക് ഒരു സിഗ്നലിനെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും. എവിടുന്ന്? ഈ CROയിൽ നിന്ന്. പ്രധാനമായിട്ട് ലാബോറട്ടറി പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ CRO സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. സിഗ്നലിനെ സ്റ്റഡി ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ CRO യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്? വെർട്ടിക്കൽ ആംപ്ലിഫയർ ഉണ്ട്, ഡിലേ ലൈൻ ഉണ്ട്. ഇത് നമ്മൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം എന്നാണ് പറയുന്നത് കേട്ടോ. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ആംപ്ലിഫയർ ഉണ്ട്, ഡിലേ ലൈൻ ഉണ്ട്. ഇനി ട്രിഗർ സർക്യൂട്ട് ഉണ്ട്, ടൈം ബേസ് ജനറേറ്റർ കാണാൻ കഴിയും, ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ കാണാനായിട്ട് കഴിയും. ഇനി ഈ ടോർച്ച് പോലെ കാണിച്ചിട്ടുള്ള സംഭവമാണ് എന്ത്? CRT എന്ന് പറഞ്ഞാൽ കാഥോഡ് റേ ട്യൂബ് കേട്ടോ. ഇതാണ് അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറയാം. ഹാർട്ട് ഓഫ് CRO എന്ന് പറയുന്നത് CRT ആണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ, ഒരു ജനറലി നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ നമ്മുടെ CROയുടെ സ്ക്രീൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു X ആക്സിസും Y ആക്സിസിലും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു ആംപ്ലിഫിക്കേഷനും കാര്യങ്ങളും ഒന്നും നമ്മുടെ ഇൻപുട്ട് സിഗ്നലിനില്ല. അത് നോർമലി ഒരു വീക്ക് സിഗ്നൽ ആയിരിക്കും. ആ വീക്ക് സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അനലോഗ് സിഗ്നലായിരിക്കും കൊടുക്കുന്നത്. അതിനെ നമ്മൾ വെർട്ടിക്കൽ ആംപ്ലിഫയറിലേക്ക്, വെർട്ടിക്കൽ ആംപ്ലിഫയർ ആണല്ലേ. അപ്പോൾ വെർട്ടിക്കൽ ആംപ്ലിഫയർ എന്ന് പറയുമ്പം എന്ത് സംഭവിക്കും? വെർട്ടിക്കൽ പോർഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടി നമുക്കൊരു ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിഗ്നലിനെ തരിക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മുടെ വെർട്ടിക്കൽ ആംപ്ലിഫയറിൻ്റെ ഫംഗ്ഷൻ. ഇനി അതിനുശേഷം ഈ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള സിഗ്നൽ ചെന്ന് ചേരുന്നത് എങ്ങോട്ടാണ്? ഡിലേ ലൈൻ എന്ന് പറയുന്ന ഒരു സർക്യൂട്ടിലേക്കാണ്. ഈ ഡിലേ ലൈനിൻ്റെ ഔട്ട്പുട്ട് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്കാണ് അല്ലേ. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് നമ്മുടെ CRTയിലുള്ളതാണ്. ഈ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്, ഈ രണ്ട് പ്ലേറ്റുകളും നമ്മുടെ എവിടെയുള്ളതാണ്? CRTയിലുള്ളതാണ്. അപ്പോൾ ഈ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്കായാലും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്കായാലും സപ്ലൈ കണ്ടോ, വെർട്ടിക്കൽ ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന സപ്ലൈ ഡയറക്റ്റ് ഡിലേ ലൈൻ വഴി എങ്ങോട്ട് പോയി? വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് പോയി. അതുപോലെ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ സപ്ലൈയുടെ തന്നെ ഒരു ഭാഗം ട്രിഗർ സർക്യൂട്ട് വഴി, ടൈം ബേസ് ജനറേറ്റർ വഴി, ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ വഴി എങ്ങോട്ട് പോകുന്നുണ്ട്? ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒരേ സമയത്ത് വേണം ഈ രണ്ട് പ്ലേറ്റിലേക്കും സിഗ്നൽ എത്തിച്ചേരാനായിട്ട്. ഈ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഈ സിഗ്നൽ രണ്ടും ഒരേ സമയത്ത് വേണം എവിടെ? ഈ രണ്ട് പ്ലേറ്റ്സിലേക്കും എത്തിച്ചേരാനായിട്ട്. അതിനു വേണ്ടിയിട്ട്
നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ വരുന്ന സപ്ലൈയിൽ ഡിലേ ലൈൻ വഴി നേരെ കുറച്ച് സിഗ്നൽ എങ്ങോട്ട് വന്നു ചേരുന്നുണ്ട്, ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതേസമയം മറ്റേ സിഗ്നൽ ആണെങ്കിൽ ഇതുവഴി എല്ലാം പാസ് ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സിഗ്നൽ നമ്മുടെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് എത്തുമ്പോൾ ഇച്ചിരി താമസം വരില്ലേ? കാരണം എന്താണ്, ട്രിഗർ സർക്യൂട്ടിൽ നിന്ന് ഇവിടുന്ന് റാമ്പ് ഇത് സോട്ടൂത്ത് വേവ് ഫോംസ് ജനറേറ്റ് ചെയ്ത് അങ്ങനെ അതിനെ പിന്നെ കൺവേർട്ട് ചെയ്ത് അല്ലേ, അങ്ങനെയാണ് വരുന്നത്. അപ്പം രണ്ടും ഒരേ സമയത്ത് ആ ഒരു സിഗ്നൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എത്തിച്ചേരുന്ന നമ്മുടെ ഡിലേ ലൈൻ വഴി പാസ് ചെയ്ത് പോകുന്ന ഈ സിഗ്നലിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഡിലേ ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ സിഗ്നൽ ഇവിടെ വന്നിട്ടൊരു ഈ ഡിലേ ലൈൻ എന്ന് പറയുന്ന ഈ സർക്യൂട്ടിൽ ഒരു ഡിലേ സിഗ്നൽ ജനറേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ ഈ ഇൻപുട്ട് സിഗ്നലിനെ ഡിലേ ചെയ്യിപ്പിക്കും. എന്നിട്ട് എന്നാ ചെയ്യും, ഈ സിഗ്നൽ ഇവിടെ എത്തിച്ചേരുന്ന ആ സമയം വരെ ഇവനെ വെയിറ്റ് ചെയ്യിപ്പിക്കും. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിഗ്നൽ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള സിഗ്നൽ നമ്മുടെ എങ്ങോട്ട് വരുന്നു, ട്രിഗർ സർക്യൂട്ടിലേക്ക് വരികയാണ്. ട്രിഗർ സർക്യൂട്ടിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്കും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്കും വരുന്ന രണ്ട് സിഗ്നൽസിനെയും തമ്മിൽ എന്ത് ചെയ്യുക, സിൻക്രണൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രിഗർ സർക്യൂട്ടിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ട്രിഗർ സർക്യൂട്ട് എന്താ ചെയ്യുന്നത്, they will synchronize the signals which are coming from the vertical amplifier to the vertical deflection plate and the horizontal deflection plate. അപ്പോൾ അതിനെ സിൻക്രണൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രിഗർ സർക്യൂട്ടിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരുന്ന അനലോഗ് സിഗ്നൽസിനെ എന്ത് ചെയ്യുന്നു, ട്രിഗർ സർക്യൂട്ട് ഒരു ടൈം ബേസ് ജനറേറ്ററിലേക്ക് ലീഡ് ചെയ്യാണ്. ടൈം ബേസ് ജനറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പം ഈ എക്സ് ആക്സിസിലാണ് ഈ ടൈമും കാര്യങ്ങളും വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ടൈം റിലേഷൻ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടൈം എത്ര ഇൻ്റർവെൽസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ടൈം ബേസ് ജനറേറ്റർ എന്ന് വെച്ചാൽ ഒരു ടൈം ഇൻ്റർവെൽ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് അവരൊരു സോ ടൂത്ത് വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യും. ഈ സോ ടൂത്ത് വേവ് ഫോംസ് എന്ന് പറയുന്നത് ടൈം ബേസ് ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു സോ ടൂത്ത് വേവ് ഫോമാണ്. ഈ സോ ടൂത്ത് വേവ് ഫോം എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത ഇൻ്റർവെൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സ് ആക്സിസിൻ്റെ ആ പോർഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ, ഈ ടൈം ബേസ് ജനറേറ്റർ ക്രിയേറ്റ് ചെയ്യുന്ന ഈ സോ ടൂത്ത് വേവ് ഫോമിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഈ സോ ടൂത്ത് വേവ് ഫോംസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽസ് നമുക്ക് കിട്ടും. ഇനി ഈ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ എന്ത് ചെയ്യും, ഈ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ഈ ഒരു സോ ടൂത്ത് വേവ് ഫോംസിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ ഈ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് എത്തിച്ചേർക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ വരുന്ന സിഗ്നൽ എപ്പോഴാണോ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് എത്തുന്നത് ആ സമയത്തായിരിക്കും നമ്മുടെ ഡിലേ ലൈനിൽ ഡിലേ ചെയ്യിപ്പിച്ച് നിർത്തിയിട്ടുള്ള ഈ അനലോഗ് സിഗ്നൽ നേരെ വന്ന് ചേരുന്നത്. അപ്പോൾ എന്താണ്, നമ്മുടെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഉണ്ട്, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഉണ്ട്. അതിൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് വന്നു ചേരുന്നത് അനലോഗ് സിഗ്നലും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് വരുന്നത് നമ്മുടെ സോ ടൂത്ത് സിഗ്നലും ആയിരിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ വെർട്ടിക്കൽ ആംപ്ലിഫയറും ഡിലേ ലൈനും കൂടെ ചേരുന്ന സെക്ഷനെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നു. അതുപോലെ ട്രിഗർ സർക്യൂട്ടും ടൈം ബേസ് ജനറേറ്ററും ഹൊറിസോണ്ടൽ ആംപ്ലിഫയറും കൂടെ ചേരുന്ന ഈ സെക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം എന്ന് വിളിക്കാം. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. അപ്പം സിഗ്നൽസ് അറ്റ് എ ടൈമിൽ അവിടെ വന്നു. അപ്പം നമുക്ക് എന്താ, ഈ വെർട്ടിക്കൽ പോർഷൻ അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പോർഷൻ, ഈ രണ്ട് പോർഷൻസ് നമുക്ക് സിൻക്രണൈസ് ആയി അല്ലേ. ഇനി ഇപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ഗണ്ണുണ്ട്. ഇലക്ട്രോൺ ഗണ്ണിൻ്റെ ഈ CRTയുടെ സെൻറ്ററിലായിട്ടൊരു ഇലക്ട്രോൺ ഗണ്ണുണ്ട്. ഈ ഇലക്ട്രോൺ ഗണ്ണിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോൺസിനെ ജനറേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ആ ഇലക്ട്രോൺസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി ആയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ വളരെ നാരോ ആയിട്ടുള്ള ബീംസ് ആയിരിക്കും ഇത് ഒഴുകുന്നത്. വളരെ ഷാർപ്പായിട്ട് ഫോക്കസിങ് ആയിട്ടുള്ള ബീംസിനെ ആയിരിക്കും ഇത് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലും തട്ടിയിട്ട് അത് ഡിഫ്ലക്റ്റ് ചെയ്ത് ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്, ഫോസ്ഫറസ് കോട്ടിങ്,
ഒരു അക്വാഡാഗ് കോട്ടിങ് അതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ആരെ, നമ്മുടെ ഫോസ്ഫറസിനെ. ഫോസ്ഫറസിൻ്റെ ഈ സ്ക്രീനിലേക്ക് എന്ത് ചെയ്യും, ഇത് വന്നങ്ങ് ഹിറ്റ് ചെയ്യും. ഈ പ്ലേറ്റ് വഴി പാസ് ചെയ്ത് പോയിട്ട് ഇതെന്ത് ചെയ്യുന്നു, ഇവിടെ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് അത് ഇതിലേക്ക് വന്ന് ഇടിക്കും. അങ്ങനെ ഇടിച്ചിട്ട് അതൊരു ബ്രൈറ്റ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു സൈഡിലൊരു ബ്രൈറ്റ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ബ്രൈറ്റ് സ്പോട്ട് എത്രയുണ്ടെന്ന് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്, അവരെത്രത്തോളം എന്താണ് നാരോയും അതുപോലെ തന്നെ ഷാർപ്പ് ഫോക്കസിങ് ആയിട്ടുള്ള ബീംസാണ് ഇതുവഴി പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു വളരെ ശക്തമായിട്ടുള്ള സ്പീഡിലൊരു സ്പോട്ട് വരികയും അതിവിടെ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ഒരു പോയിന്റിൽ അവരൊരു ബ്രൈറ്റ് സ്പോട്ട് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമുക്കതൊരു വിസിബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് സിഗ്നലിനെ നമുക്ക് വിഷ്വലി ഉള്ള ഒരു എഫക്റ്റ് തരിക എന്നുള്ളതാണ് നമ്മുടെ CROയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കണമെന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് ഡയഗ്രംസും ഈ CRT ഒക്കെ വരച്ച് വെച്ചേക്കുക. അപ്പോൾ പിന്നെ CRTനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടില്ല, ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് സപ്ലൈ ഉണ്ട്. സപ്ലൈ സിസ്റ്റം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലോ വോൾട്ടേജ് സപ്ലൈ, ഹൈ വോൾട്ടേജ് ആണെങ്കിൽ ടു ദ CRT. ലോ വോൾട്ടേജ് സപ്ലൈ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഓരോ പാർട്സിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈ കൊടുക്കുകയാണ് ലോ വോൾട്ടേജ് സപ്ലൈ സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രം പഠിച്ചു വെച്ചോളുക. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DSO ആണ്. DSO എന്ന് പറഞ്ഞാൽ DSOയുടെ ബ്ലോക്ക് ഡയഗ്രവും അതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും എല്ലാം നമുക്കിവിടെ ഒന്ന് പഠിക്കാനായിട്ടുണ്ട്. DSO എന്ന് പറഞ്ഞാൽ എന്താണ് ഡിജിറ്റൽ സ്റ്റോറേജ് ആണ് അവിടെ ചെയ്യുന്നത്. സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്, ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പാണ് DSO എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ CROയുടെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഡേറ്റാസ് ഇവിടെ എന്ത് ചെയ്യപ്പെടുകയാണ്, ഡേറ്റാസ് ഒക്കെ ഇവിടെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡേറ്റാസ് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മുടെ അങ്ങനെ ഒരു സംവിധാനം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ CROനെ നമുക്ക് DSO ആക്കി നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഇവിടെയും അതുപോലെ തന്നെ എന്താണ് കാര്യങ്ങൾ, ഒരു ഭാവിയിൽ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ ഇതുപോലെ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ഇൻപുട്സ്, ഇതിന് വേണ്ട മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ബ്ലോക്ക് ഡയഗ്രത്തിലുള്ള ആംപ്ലിഫയർ, ഡിജിറ്റൈസർ, മെമ്മറി, അനലൈസർ സർക്യൂട്ട്, വേവ് ഫോം റീകൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ വെർട്ടിക്കൽ പ്ലേറ്റ്സ്, പിന്നെ ട്രിഗർ സർക്യൂട്ട്, ക്ലോക്ക്, ടൈം, ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ CROയിൽ കണ്ട അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നൊരു സാധനം ഇത് കണ്ടോ, നമ്മുടെ ഇൻപുട്ട് സിഗ്നലിനെ, അനലോഗ് സിഗ്നലിനെ പതിവ് പോലെ തന്നെ എന്ത് ചെയ്തു, ആംപ്ലിഫൈ ചെയ്തിട്ടുള്ളൊരു സിഗ്നലാക്കി മാറ്റി. അതിനെ ഡിജിറ്റൈസർ എന്ത് ചെയ്ത് ഡിജിറ്റൽ പൾസസ് ആക്കി മാറ്റുകയാണ്. ഡിജിറ്റൽ പൾസസ് ആക്കി മാറ്റിയിട്ട് അത് ഈ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അനലൈസർ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡിജിറ്റൽ സർക്യൂട്ട്സിൽ എന്തെങ്കിലും ഡേറ്റാസ്, എന്തെങ്കിലും ഫർദർ പ്രോസസ്സും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, ഈ അനലൈസർ സർക്യൂട്ട് അത് അനലൈസ് ചെയ്തിട്ട് ഫർദർ പ്രോസസ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ വേവ് ഫോമിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അനലോഗ് സിഗ്നലാക്കി ഫർദർ ഒരു സിഗ്നലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അനലൈസർ. വേവ് ഫോം റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ്പിൽ തിരിച്ചു മാറ്റി അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ സിഗ്നൽസിനെ എന്ത് ചെയ്യുന്നു, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലേക്ക് വരുന്നു. ഇനി മുമ്പ് പഠിച്ചതുപോലെ തന്നെ ട്രിഗർ പൾസസിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ, ഈ വെർട്ടിക്കൽ പ്ലേറ്റ്സിനെയും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെ സിങ്ക്രണൈസ് ചെയ്യുക. ടൈം ബേസ് ജനറേറ്റർ ഒരു സോ ടൂത്ത് വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യുന്നു. അതിനെ ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിൽ എത്തിയിട്ട് അത് ആംപ്ലിഫൈ ചെയ്തിട്ട് ഈ രണ്ട് സിഗ്നൽസും കൂടെ എന്ത് ചെയ്യുന്നു, CRTയിൽ വന്നിട്ട് അത് സ്പോട്ട് ചെയ്യുന്നു അല്ലേ. അപ്പം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് ഈ ഡിജിറ്റൽ സിഗ്നൽസിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അതിനെ വീണ്ടും അനലൈസർ വഴി ബാക്കി എന്തെങ്കിലും റീകൺസ്ട്രക്ഷൻസിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വേണം, ഭാവിയിലെ റെഫറൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ സർക്യൂട്ടിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ഡിസൈഡ് ചെയ്തതിന് ശേഷം വേവ് ഫോം വീണ്ടും എന്ത് ചെയ്യുന്നു,
ഈ കൺവേർട്ട് ചെയ്ത ഡിജിറ്റലിനെ വീണ്ടും അനലോഗാക്കി മാറ്റുകയാണ്. അതിനെ പിന്നെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്കും പതിവ് പോലെ തന്നെ CROയിൽ കണ്ട പോലെ തന്നെ CRTയിലേക്കും കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സ്മാർട്ട് എനർജി മീറ്റേഴ്സ്. സ്മാർട്ട് എനർജി മീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണ്. അത് റെക്കോർഡ് ചെയ്യും ഇൻഫർമേഷൻസിനെ, റെക്കോർഡ് ദ ഇൻഫർമേഷൻസ്. എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ്? എനർജി, വോൾട്ടേജ്, കറണ്ട്, പവർ ഫാക്ടർ തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് അതിനെക്കുറിച്ച് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തെന്ന് വെച്ചാൽ ബില്ലിങ്ങിൻ്റെ ടൈമിൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നതിനും ഒക്കെ ഹെൽപ്പിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക സ്മാർട്ട് എനർജി മീറ്റേഴ്സിനെ കുറിച്ച്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ പഠിച്ച പോലെ DSOയുടെ ബ്ലോക്ക് ഡയഗ്രാംസ് ഒക്കെ നീറ്റായിട്ട് വരയ്ക്കുക. CRO പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് DSO എന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടും. ഈ എക്സ്പാൻഷൻ ഒക്കെ കൃത്യമായിട്ട് നോക്കിക്കോണേ. ഓക്കെ, സോ താങ്ക് യു.